ഇത്രയും സ്നേഹം എന്തിനും ദൈവമേ, സ്നേഹം നുകരുവാൻ യോഗ്യയല്ല. ഇത്രയും സ്നേഹം എന്തിനും ദൈവമേ, സ്നേഹം നുകരുവാൻ യോഗ്യയല്ല. ആരെന്റെ ഭാഗ്യം തള്ളി പറഞ്ഞവൾ ഞാൻ, പലവട്ടം തള്ളി പറഞ്ഞവൾ ഞാൻ. ഇത്രയും സ്നേഹം എന്തിനും ദൈവമേ, ഈ സ്നേഹം നുകരുവാൻ യോഗ്യയല്ല. പിന്നെയൊന്നു നിറഞ്ഞാൽ മനമൊന്നുലഞ്ഞാൽ നിറഞ്ഞാൽ മനമൊന്നുലഞ്ഞാൽ ഇത്രയും സ്നേഹം എന്തിനും ദൈവമേ, ഈ സ്നേഹം നുകരുവാൻ യോഗ്യയല്ല. വഴിയൊന്നു പിഴച്ചാൽ പദമൊന്നു തളർന്നാൽ കനിവിന്റെ കൊണ്ടു തീയൊന്നു പിഴച്ചാൽ പദമൊന്നു തളർന്നാൽ കനിവിന്റെ രാജ്യം. ഇത്രയും സ്നേഹം എന്തിനും ദൈവമേ, ഈ സ്നേഹം നുകരുവാൻ യോഗ്യയല്ല. ആരിന്റെ ഭാഗ്യം പറഞ്ഞവൾ ഞാൻ, പലവട്ടം പറഞ്ഞവൾ ഞാൻ. ഇത്രയും സ്നേഹം മത്തായിയുടെ സുവിശേഷം അധ്യായം 28, 19, 20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. യോഹന്നാൻ 12:1. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഇന്നീ കൂട്ടായ്മയിലായിരുന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുവദിച്ച കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയെ സാക്ഷ്യപ്പെടുത്തുവാനാണല്ലോ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന നമ്മെ ഓരോരുത്തരെയും ക്രിസ്തീയ കൂട്ടായ്മയിലൂടെ ഒന്നിച്ചുകൂടി സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ച് സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നാഥ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ക്രിസ്തിയുടെ രക്ഷാധികാരിയും രൂപത്തിന്റെ പിതാവുമായ മാർ ജോയ് ആൽബർട്ട് പിതാവിനെയും പ്രത്യേക ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ. ക്രിസ്തിയുടെ നെടുന്തൂണും മാർഗദർശിയുമായ ആലീസ് കുട്ടി ആന്റിയെയും റിസോഴ്സ് ടീമിനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സുവിശേഷ വേലയ്ക്കായി ജീവിതവും സമർപ്പിച്ചിരിക്കുന്ന ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. വിവിധ സബ് ഗ്രൂപ്പുകളെയും മെന്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ 10 ആഴ്ചക്കാലവും സമാപന സന്ദേശവും ആശീർവാദവും നൽകിയ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെ നന്ദിയോടെ ഓർക്കുന്നു. നാഥ അനുഗ്രഹിക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ജപമാല ചൊല്ലിയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും സാമ്പത്തിക സഹായത്തിലൂടെയും ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. നാഥ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് കൂടെയായിരിക്കണമേ. 14ാം ബാച്ചിന്റെ സമാപന സെഷനിലാണല്ലോ നാം ഇന്നായിരിക്കുന്നത്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി MC ജോ ഫിറ്ററാൾ പ്രാർത്ഥിച്ച ബ്രദർ ജോൺകുട്ടിയൻ ഫാമിലി ഷെയറിംഗ് നടത്തുന്ന എല്ലാവരെയും നാഥ അനുഗ്രഹിക്കണമേ. ഇന്ന് വചന സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ഫാദർ മാർട്ടിൻ വിളക്കുന്നേൽ, ഫാദർ ഫ്രാൻസിസ് വിളക്കുങ്കൽ, സമാപന ആശീർവാദം നൽകുന്ന ഫാദർ ആന്റണി മങ്കുഴിയെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു.
അവരുടെ ജീവിത വഴികളിൽ നീ കൂടെ വസിക്കണമേ, അതാ കൂട്ടായിരിക്കണമേ എന്നും. ഈ 10 ആഴ്ചക്കാലം വിവിധ തിരക്കുകൾ ഉണ്ടായിട്ടും അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ കോഴ്സ് പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ യേശുനാഥന്റെ ആഹ്വാനം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. പരിശുദ്ധ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്നു വേണ്ട ആഹാരം ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിനായിട്ട് യാകരുതേ, തന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. അമ്മേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മിസ്സിയോയുടെ 14ാമത്തെ ബാച്ചിലൂടെ കഴിഞ്ഞ 10 ആഴ്ചകളായി അനുദിന ദൈവവചന വായനയും വചന വിചിന്തനവും നടത്തി. ആത്മാവിന്റെ ഐക്യത്തില് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരുന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചുകൂടിയ നിങ്ങൾ ഓരോരുത്തരെയും ദൈവനാമത്തില് ഈ കൂട്ടായ്മയുടെ ഈ 14ാമത്തെ ബാച്ചിന്റെ കൺക്ലൂഡിംഗ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ഇപ്പോൾ നിശ്ചിതമായിരിക്കുന്നത്. ഒറ്റ വാക്കിൽ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ തികഞ്ഞ സന്തോഷത്തോടെ ആത്മാവിന്റെ ആനന്ദത്തില് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് അരമണിക്കൂറായിട്ട് നമ്മളെ ജപമാലയിലൂടെയും മനോഹരമായ ഗാനത്തിലൂടെയും നമ്മളെ ദൈവാത്മാവിന്റെ സാന്നിധ്യം അറിയിച്ച നമ്മുടെ മിസ്സിയോ ടീമിനും ലാലി ചേച്ചിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഷെയറിങ്ങിന് വേണ്ടി മിസ് മേരി കുമാരിയെ ക്ഷണിക്കാം. ഹലോ ഹലോ കേക്കാട്ടോ, കേൾക്കാൻ പറഞ്ഞു. കേക്കാമോ? കേൾക്കാം. കേക്കാലോ? കേൾക്കാട്ടോ, പറഞ്ഞോളൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1991 മുതൽ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. ധ്യാനങ്ങളിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ആരുമായിട്ട് പങ്കുവെക്കുകയോ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. പക്ഷെ ഈശോയില് കെറിഗ്മ കോഴ്സ് കൂടിയതിൽ പിന്നെ എനിക്ക് മനസ്സിലായി അത് ഈശോയെ മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്നും ഈശോയെ മറ്റുള്ളവരുമായി ഈശോ വഴി കിട്ടിയ അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്നും ഈശോയെ പ്രഘോഷിക്കണമെന്നുള്ള സത്യം ഈ ഈശോയാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. അതുപോലെ സഭയുടെ 7 നിത്യസത്യങ്ങൾ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ മിശിയോയിൽ വന്ന പിന്നെ 7 നിത്യസത്യങ്ങൾ എന്താണെന്ന് ആദ്യമായിട്ട് ഞാൻ പഠിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിൽ തട്ടി അത് പ്രാർത്ഥിക്കാനും പരിശുദ്ധാത്മാവ് പറയുന്ന ആ വചനം അനുസരിച്ച് മുന്നോട്ട് പോകാനും പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുന്നു. അതുകൂടാതെ വചനമാകാനും വചനമേകാനും വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാനും സാധിക്കുന്നു. ഒരു ചെറിയ പാവം പോലും ചെയ്താൽ അത് കുമ്പസാരിക്കാതെ എനിക്ക് കുർബാന സ്വീകരിക്കാൻ എനിക്ക് എന്ത് ചെയ്താൽ സാധിക്കുന്നില്ല. ആഴ്ച തോറും കുമ്പസാരിക്കാനും അങ്ങനെ ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടുന്നുണ്ട്. മിശോയിൽ വന്നതുകൊണ്ട് നമുക്ക് അറിവില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാരുടെ നാളുകളിൽ നടന്ന അതേ ഒരു കൂട്ടായ്മയാണ് എനിക്ക് ഈ മിശോയിൽ വന്ന പിന്നെ ഈ കോഴ്സിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു നല്ല ഹൃദയ ബന്ധമാണ്. ഇവിടെ ഈ മിശോയിൽ കൂട്ടായ്മയിലുള്ള എല്ലാവരുമായിട്ട് ഒരു ആത്മാർത്ഥമായ ബന്ധം അത് ഉണ്ടായത് ഈ മിശോയിൽ മാത്രം കിട്ടുന്ന ഒരു സഹകരണവും സ്നേഹവും കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ ചെറിയവരെന്നോ വലിയവരെന്നോ ഒന്നും ഒരു ഇല്ലാത്ത ഒരു ആത്മാർത്ഥമായ ഹൃദയബന്ധം ഈ കൂട്ടായ്മയിൽ വന്നേ പിന്നെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട് നല്ല ഐക്യത്തിൽ
പോകാൻ സാധിക്കുന്നു. ആലിസൂട്ടി ആന്റിയും ടോമിച്ചനും മേഴ്സിൻ ലിസമ്മ ചേച്ചിയും അതുപോലെ റിസോഴ്സ് ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരുടെ ആ പെരുമാറ്റം കാണുമ്പോൾ, അവരുടെ ആ സ്നേഹം കാണുമ്പോൾ ദൈവമേ ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ പണ്ടേ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. അവരുടെ ആ മറ്റുള്ളവരെ എല്ലാവരെയും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും വളർത്താനുള്ള അവരുടെ ആ ആഗ്രഹവും ആ സ്നേഹവും പ്രകടനവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പണ്ടേ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഓൺലൈൻ കോഴ്സ് അതുപോലെ തന്നെ ഈ ഓൺലൈൻ കോഴ്സ് വീട്ടിലിരുന്നു കൊണ്ട് കൂടാനും അതിനുള്ള ഭാഗ്യം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭാഗ്യമാണ്. അത് ഒരിടത്തുനിന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഈ ഈശോയിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ സാറ്റർഡേ റിഫ്ലക്ഷനും വേർഡ് ഓഫ് ദി ഡേയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കുമുള്ള ആ അനുഗ്രഹം കാണുമ്പോഴും അവരുടെ ആ താല്പര്യം കാണുമ്പോഴും ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആഴ്ച തോറും നമ്മുടെ ബഹുമാനപ്പെട്ട ആലപ്പാട്ട് പിതാവിന്റെയും മറ്റു വൈദികരുടെയും ആശീർവാദം സ്വീകരിക്കാനും ുള്ള ആ ഒരു അനുഗ്രഹം അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടില്ലാത്ത ഒരു ഭാഗ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അതുപോലെ ഞങ്ങളുടെ ഇടവകയിൽ ആഗസ്റ്റ് 5 മുതൽ 10 വരെ ഫിസിക്കൽ കോഴ്സ് നടത്തി. ഞങ്ങൾ 8 പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് അത് നല്ല ഭംഗിയായിട്ട് കൂടാൻ സാധിച്ചു. 40 പേര് പങ്കെടുത്തു. ഇപ്പോൾ അവര് രണ്ടാമത് കോഴ്സ് നവംബറിൽ നടക്കുന്നുണ്ട്. അതിനെല്ലാം അച്ഛന്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ കിട്ടിയതിൽ ഒത്തിരി നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വെച്ച് വാർഡ് പ്രാർത്ഥന വീട്ടിൽ വെച്ചായിരുന്നു. ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ കെരീഗ്മയെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. 10-35 പേരുണ്ടായിരുന്നു, സിസ്റ്റേഴ്സും അച്ഛനും എല്ലാം കൂടി. എനിക്ക് സത്യം പറഞ്ഞ ധൈര്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഈശോയെ പ്രഘോഷിക്കാനും കെരീഗ്മ പറയാനും സാധിച്ചില്ല. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ മിഷോ ഗ്രൂപ്പിൽ വന്ന് ആ കോഴ്സ് കൂടിക്കൊണ്ടിരുന്നപ്പോ വെറും പെരുവഴിയിൽ ഇറക്കി വിട്ടേച്ച് 10 പേരോട് ടോമിച്ചൻ പറഞ്ഞു 10 പേരോട് 2 മണിക്കൂറിൽ വചനം പ്രഘോഷിക്കണമെന്നു. അന്ന് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് എന്റെ വചന പ്രഘോഷണം തുടങ്ങുന്നത് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന്. ആ ഒരു ഭാഗ്യം ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല, ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. ആ കിട്ടിയ ഭാഗ്യമാണ് ഇന്ന് എനിക്ക് ആരെ കണ്ടാലും വചനം കൊടുക്കാനും ഈശോയെ പ്രഘോഷിക്കാനും എനിക്ക് അനുഗ്രഹം കിട്ടുന്നത്. എല്ലാത്തിനും ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ആമേൻ. താങ്ക് യു മേരി ചേച്ചി. അപ്പൊ നമ്മൾ കേൾക്കായിരുന്നു മേരി ചേച്ചി, ഇത് ഭാഗ്യം എന്ന് ഞാൻ പല പ്രാവശ്യം കേട്ടു. ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചി. ഇതുപോലെ എന്താ പറയുക, തീഷ്ണതയോടെ ഈശോയെ എല്ലായിടത്തും പ്രഘോഷിക്കാൻ ഈശോ ഒരുപാട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മുടെ ജോയ് പിതാവ് എത്തിയിട്ടുണ്ട്. പിതാവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലെ സെഷൻ മുതൽ ഈ സെഷന്റെ ഫസ്റ്റ് ക്ലാസ് മുതലേ പിതാവ് മാക്സിമം ട്രൈ ചെയ്യായിരുന്നു നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട്. അപ്പോ നമ്മുടെ കൺക്ലൂഡിംഗ് സെഷനിലേക്ക് സ്നേഹത്തോടെ തിരക്കുകൾക്കിടയിൽ കടന്നു വന്ന പിതാവിനെ സ്വാഗതം ചെയ്യാണ്. പിതാവെ. ഓക്കെ, താങ്ക് യു. നിങ്ങളെ വീണ്ടും പരിചയപ്പെടാനും കാണാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് അവസാനത്തെ ക്ലാസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു സെഷൻ, ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത്ര ദിവസങ്ങളിൽ നിങ്ങൾ വളരെ തീക്ഷ്ണതയോടെ വന്ന് ഇതിലെല്ലാം പങ്കെടുക്കുകയും ഇതിൽ നിന്ന് അനുഭവം ഉൾക്കൊള്ളുകയും ഇത് ഒരു ജീവിതത്തിന്റെ നിങ്ങളുടെ പലരുടെയും വഴിത്തിരിവായിട്ട് മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിനു വേണ്ടി നിങ്ങൾ ചെലവാക്കിയ സമയമോ അതിനുവേണ്ടി നിങ്ങൾ ചെലവാക്കിയ നിങ്ങളുടെ മറ്റ് സാമ്പത്തികമോ മറ്റോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും ഒരു നഷ്ടമല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ വഴികാട്ടിയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രചോദനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ആസ്തിയായിട്ട്, ഒരു അസറ്റായിട്ട് അത് മാറുന്ന ദിവസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും നമ്മൾ അതൊരു ഭാരമായി അല്ലെങ്കിൽ ഒരു പൊല്ലാപ്പായല്ലോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇതിലെല്ലാവരും വന്ന് പങ്കെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി ഇതിൽ സഹകരിച്ചതിൽ ഞാൻ പ്രത്യേകമായിട്ട് സന്തോഷിക്കുകയും നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ ആ വിശ്വാസ തീക്ഷ്ണതയെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാലോ, നമ്മളുടെ സഭയിലെ 2 ശുശ്രൂഷകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ആത്മായ ശുശ്രൂഷ, അത് എല്ലാ വിശ്വാസികളും യേശുവിനെ അടുത്തറിഞ്ഞ, കണ്ടറിഞ്ഞ, കേട്ടറിഞ്ഞ അല്ലെങ്കിൽ തൊട്ടറിഞ്ഞ എല്ലാവരും മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മളിൽ നിക്ഷിപ്തമാകുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അതെല്ലാവരിലും മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആരും പുരോഹിതരോ വൈദികരോ
സമർപ്പിതരോ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഒരേ ആത്മായ സ്വഭാവത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. പിന്നീട് അതിൽ നിന്ന് ചിലരെ ശുശ്രൂഷ പദവിയിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഉണ്ടാകാം. എന്നാൽ വിശ്വാസികളായിട്ട് മാമോദീസ സ്വീകരിച്ച് വിശ്വാസം പ്രഘോഷിക്കുന്ന എല്ലാവരിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. അതാണ് നമ്മുടെ പ്രീസ്ലി, കിങ്ലി ആൻഡ് പ്രൊഫറ്റിക്. ഒരു പ്രവാചകനടുത്തതും ഒരു പുരോഹിതനടുത്തതും ഒരു രാജാവിനടുത്തതുമായ ഒരു ചുമതല നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് നമ്മുടെ മാമോദീസ വഴിയായിട്ട്. ആ മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സ്റ്റാറ്റസ് ആണ് അത്. നമ്മൾ കർത്താവിന്റെ മുൻപിൽ നമ്മൾ ഒരു പുരോഹിതരാണ്. കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ഒരു പ്രോഫറ്റ് അല്ലെങ്കിൽ ഒരു പ്രവാചകനാണ്. അതുപോലെ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ഒരു രാജാവിന്റെയും പൊസിഷനിലാണ് നമ്മൾ ആയിരിക്കുക. അപ്പോ അങ്ങനെ വരുന്ന ഒരു പദവിയില് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് നമുക്ക് നിർവഹിക്കുവാനായിട്ടുള്ള കടമയുണ്ട്. അപ്പൊ ആ കടമയിലേക്ക് നിങ്ങളെ ആനയിക്കുവാനായിട്ട്, ഇനീഷ്യേറ്റ് ചെയ്യുവാനായിട്ട് ഈ ക്ലാസ്സുകള് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ ന്യായമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ ദിവസങ്ങളിലൂടെ പല ക്ലാസ്സുകൾ എടുത്ത് പരിചയിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം എടുത്ത് നിങ്ങളെ ഇതിലേക്ക് പ്രചോദനം തന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ഒരിക്കലും ഒരു പോരായ്മയോ കുറവോ ഉണ്ടാകുകയില്ല. അപ്പൊ അത് നിങ്ങൾക്കതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. നമ്മളെപ്പോഴും ഒരു വേദപാഠ ക്ലാസ്സുകളിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. അതിപ്പോ മുതിർന്നു പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് വേദപാഠം നിർത്തേണ്ട കാര്യമില്ല. അത് കുട്ടികൾക്ക് വേണ്ടി മാത്രം റിസർവ്ഡ് അല്ല വേദപാഠം. നമ്മൾ മരിക്കുന്നവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എപ്പോഴും സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള, സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും അത് പഠിച്ചുകൊണ്ടേയിരിക്കണം, മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം, അതിൽ വായിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആത്മാവിൽ എന്നും ജ്വലിക്കുന്നവരായി തീരാനായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ ന്യായമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് അത് പൂർണ്ണമായ ബോധ്യം എനിക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ അത് തുടർന്നുകൊണ്ട് പോകേണ്ടത് വിശുദ്ധ കുർബാനയിലൂടെ നാം കണ്ടുമുട്ടുന്ന ഈശോയെ കൂടുതൽ അടുത്ത് അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പേര് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ദാഹിക്കുന്നവരായിട്ട് ഉണ്ട്. അപ്പോൾ ഈശോയെ നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തികളായിട്ട് നമുക്ക് മാറാം. അങ്ങനെ നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ, നിങ്ങൾ ചെലവാക്കിയ ഈ സമയം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അതൊരു വലിയ നിക്ഷേപമായിട്ട് മാറും. യു ആർ ഇൻവെസ്റ്റിംഗ് എ ബിഗ് എമൗണ്ട് ഇൻ ദ ബുക്ക് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ബുക്കിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കും. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, നിങ്ങൾ പിശാചുക്കൾ ഞങ്ങൾക്ക് വിധേയപ്പെട്ടു എന്നുള്ളതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ വലിയ അഹങ്കരിക്കേണ്ടതില്ല. പിന്നെയോ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്നാണ് ഈശോ അവരോട് ഉത്ബോധിപ്പിച്ചത്. അപ്പോൾ നമ്മൾ സുവിശേഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ഏതോ ഒരു കുഞ്ഞു സമയമാണേലും ഏതൊരു അവസരങ്ങളാണേലും അതെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യും. അത് 100 മടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടും. അമർത്തി കുലുക്കി കൊള്ളിച്ച് നിറഞ്ഞു കവിയുന്ന വിധത്തിൽ നമ്മുടെ മടിയിലേക്ക് ഇട്ട് തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിശേഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രതിഫലം തരും. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് വരെ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള ഈശോയുടെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിന്റെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നമ്മൾ നിശ്ചിതമായിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ സുവിശേഷവൽക്കരണം എന്നുള്ളത്. അപ്പം അത് ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ, ഇനിയിപ്പോൾ അതിനുവേണ്ടി ആഫ്രിക്കയിലും ഏഷ്യ ഭൂഖണ്ഡങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഇപ്പൊ നേരത്തെ ആ ചേച്ചി പറഞ്ഞല്ലോ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രസംഗിച്ചു എന്നുള്ളു. ഇപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. അതിനിപ്പോൾ വാക്കുകൊണ്ട് പ്രസംഗിച്ചില്ലേലും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് വളരെയധികം സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും.
ചിലപ്പോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ബസ്സിലൊക്കെ ഇടിച്ചു കയറിയാലേ നമുക്ക് അതൊരു സമാധാനമാവുള്ളൂ. സമാധാനത്തിൽ കയറാനായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. അതുപോലെ ബസ്സിൽ കയറിയാൽ തന്നെ സീറ്റ് പിടിക്കാനായിട്ട് എന്തെല്ലാം തെക്കും തിരക്ക, ഇടി ഭയങ്കര ഉന്തും തള്ളൊക്കെയാണ്. അപ്പൊ നമുക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് വരാം. പക്ഷെ എന്നാലും നമുക്ക് സമാധാനത്തിലൊക്കെ നമുക്ക് കയറാൻ കഴിയുന്ന, അപ്പൊ അതിനൊക്കെ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലൈഫ് സ്റ്റൈല് വ്യത്യാസം വരുത്തുന്നത്. ഒരു സുവിശേഷം അറിയുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെയുള്ള ലോകത്തിന്റെ ആ വ്യഗ്രതകളിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ചും കൂടി പക്വത കാണിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അപ്പൊ ആ ഒരു ജീവിതത്തിന്റെ പക്വതയിലൂടെ നമുക്ക് നമുക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കണം എന്നാണ് മാർപ്പാപ്പ ഈ സുവിശേഷവൽക്കരണത്തെ കുറിച്ച്, മിഷൻ പ്രവർത്തനത്തെ കുറിച്ച് നമ്മോട് പറയുന്നത്. അപ്പൊ ഒരു പുതിയ സംസ്കാരം നമ്മളിലൂടെ, നമ്മുടെ കുടുംബത്തിലാകാം, നമ്മൾ ജോലി ചെയ്യുന്നിടത്താകാം, നമ്മുടെ ദേവാലയത്തിലാകാം, നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ആക്രാന്ത സംസ്കാരത്തിൽ നിന്ന് മാറി ഒരു സൗമനസ്യത്തിൻ്റെതായ, ശാന്തതയുടേതായ, ഒരു സന്തോഷത്തിൻ്റെതായ ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയുമ്പോൾ അത് തന്നെ നമുക്കൊരു വലിയ സുവിശേഷവൽക്കരണമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോ ചില ആളുകൾ ഇപ്പൊ പുറത്തൊക്കെ പോയി ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് ഔദ്യോഗികമായിട്ട് വിളിക്കപ്പെടുകയോ ക്ഷണിക്കപ്പെടുകയോ അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങുന്നവരൊക്കെ ഉണ്ടാകാം. അതിനൊക്കെ ദൈവം വിളിക്കുവാണെങ്കിൽ നല്ലത്. ഇനി അതിന് പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പഠിപ്പിക്കാൻ, ഇപ്പം ആരെങ്കിലും രോഗികളായിരിക്കുന്നവരെ പോയി കണ്ട് സന്ദർശിച്ച് അവരോട് സംസാരിച്ചിരിക്കാനായിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. ഇനിയിപ്പോ വിദ്യാഭ്യാസം കുറഞ്ഞ ഏതെങ്കിലും വ്യക്തികളെ അവരേതെങ്കിലും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ഏതെങ്കിലും വിദ്യകള് അവരെ ഉദാഹരണത്തിന് ഇപ്പൊ കമ്പ്യൂട്ടർ അറിയാവുന്ന ഒരാളാണെങ്കിൽ കമ്പ്യൂട്ടർ അറിയാത്ത ഒരാൾക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരൊക്കെ പഠിപ്പിക്കാനോ അവരെ സഹായിക്കാനോ, ഇപ്പൊ ഏതെങ്കിലും ലെറ്റർ എഴുതാനോ അപേക്ഷ കൊടുക്കാനോ, ഇങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉയർന്ന് അപ്രകാരം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ജീവിതം തിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വലിയ യാതൊരു സേവനം അല്ലെങ്കിൽ ആശുപത്രി ഒന്നും നടത്താൻ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഒത്തിരി വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മളിൽ തന്നെ ഒരു വലിയ വ്യത്യാസം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച്. ഒത്തിരി അരിച്ചപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ സുവിശേഷം വായിച്ച് പഠിച്ച് ഈശോയെ അറിഞ്ഞ ഒരാൾക്ക് അരിച്ചപ്പെടുന്ന നേരത്ത് അയ്യോ ഞാൻ എന്തിനാ അരിച്ചപ്പെടുന്നത് എന്ന് ചിലപ്പോൾ നമുക്കൊരു വിചാരം ഉണ്ടാകാനായിട്ട് അത് സാധിക്കും. അപ്പോ ചിലപ്പോൾ ഞാൻ പരിചയപ്പെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ അതിന് പിന്തിരിയാൻ കഴിയുമ്പോൾ ദാറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ്. അപ്പൊ അതുപോലെ ഓരോ ആവശ്യങ്ങളിൽ നമുക്ക് പാപത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മളെ തന്നെ പുതിയ മനുഷ്യരാക്കി മാറ്റാനായിട്ട് അത് കാരണമാകും. അപ്പൊ നിങ്ങളുടെ ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ വലിയ വിജയം ആശംസിക്കുന്നു. നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഈശോയെ, ഈ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ഞങ്ങൾ കടന്നു വന്നതായ ഈ കോഴ്സിലൂടെ വളരെയധികം കാര്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുമാറ് അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും ഞങ്ങളുടെ വഴികളിൽ പ്രകാശവുമായി തീർന്നതിന് ഞങ്ങൾ അങ്ങയുടെ നന്ദി പറയുന്നു. അങ്ങ് നൽകുന്നതായ ആ വചനത്തിന്റെ ശക്തിയിൽ, ആ പ്രചോദനത്തില് ഞങ്ങളുടെ ജീവിതത്തെ കഴിപ്പിടിപ്പിക്കുവാനും അങ്ങയോടുള്ള സ്നേഹബന്ധത്തില് വളരുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ. അവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ ശക്തരാക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടത്ര മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളെ വിശ്വാസ ജീവിതത്തിൽ അനയിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായ പ്രേക്ഷിതരെയും മറ്റെല്ലാ സഭാ ശുശ്രൂഷകരെയും അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങേ വിശുദ്ധ മാർഗത്തിലൂടെ നയിച്ചു കൊള്ളുകയും ചെയ്യണമേ. ഞങ്ങളെ എല്ലാവിധത്തിനും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും
അവിടുത്തെ അങ്ങേ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സ്വർഗരാജ്യത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, മറിയോസേ പിതാവേ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. താങ്ക് യു പിതാവേ. വളരെ പ്രചോദനം നൽകുന്ന വാക്കുകൾക്ക് ഒത്തിരി നന്ദി. കഴിഞ്ഞ 10 ആഴ്ച നമുക്കൊരു നഷ്ടമല്ല, അതൊരു അസറ്റ് ആയിരുന്നു. പിന്നെ പിതാവ് പറയായിരുന്നു നമ്മുടെ പേരൊക്കെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് സന്തോഷിക്കാം. ലൂക്കാ 10:19 ഇവിടെ നിറവേറട്ടെ. ആമേൻ. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഓരോരുത്തർ, താങ്ക് യു പിതാവേ. അടുത്തതായിട്ട് നമ്മൾ അടുത്ത ഷെയറിംഗിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഓരോ ഗ്രൂപ്പുകളിൽ സബ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കും ഷെയറിങ്ങിന് വരുന്നത്. വളരെ കുറച്ച് വാക്കുകൾ, 2-3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ടോക്കുകളായിരിക്കും. നമുക്കൊരു 9 പേരോളം നമ്മുടെ കയ്യിലുണ്ട്. ഒത്തിരി പേർക്ക് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് പേര് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് കേൾക്കാം അവർ പറയുന്നത്. അപ്പൊ അവരുടെ പേര് വിളിക്കുമ്പോൾ അവർ വരിക. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. നമുക്ക് ആ ഫ്ലോ കണ്ടിന്യൂസ്ലി നമുക്ക് തുടർന്നുകൊണ്ട് പോകാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ വിളിക്കുന്നത് ഗ്രൂപ്പ് 2-ൽ നിന്ന് സക്കറിയ. ഓക്കെ, അടുത്ത ആൾ വിളിക്കുകയാണേ. ലിസമ്മ അഗസ്റ്റിൻ ഉണ്ടോ? ഉണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്റെ പേര് ലിസമ്മ അഗസ്റ്റിൻ. 10ാം ബാച്ച് മുതൽ മിസിയോയുടെ ഭാഗമാണ്. US ഗ്രൂപ്പിലുള്ള എന്റെ മകളാണ് എനിക്ക് ആദ്യമേ ഡോക്ടർ ആര്യ മോൾ വഴിയാണ് ഞാൻ ഈ മിസിയോയിൽ എത്തുന്നത്. ആത്മീയ ജീവിതത്തിൽ തിരിച്ചറിവുകളും മുന്നേറ്റങ്ങളും നൽകുന്ന വേദിയാണ് മിസിയോ. നിത്യസത്യങ്ങളെ കുറിച്ച് ഓരോ ക്രിസ്ത്യാനിയും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മിസിയോയിലൂടെ എനിക്ക് സാധിച്ചു. ഞാൻ ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് നല്ല മാതാപിതാക്കളുടെ നല്ല ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരാളാണ്. അപ്പൊ എന്റെ വിചാരം കൂതാശകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു വിധം കുഴപ്പമില്ലാത്തൊരു ആത്മീയ ജീവിതം നയിക്കുന്ന ആളാണെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ ഇരുന്നത്. എന്നാൽ മിസിയോയിൽ വന്ന് ഈ നിത്യസത്യങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എന്റെ അവസ്ഥ എന്താണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വരുന്നത്. അപ്പൊ എന്റെ വിചാരം എന്റെ പ്രാർത്ഥനയുടെ ഫലമോ അല്ലെ എന്റെ ഒരു മെറിറ്റൊക്കെ കൊണ്ടാണ് എനിക്ക് ദൈവം ഇങ്ങനെ എന്നെ കാത്തു പരിപാലിച്ചു പോരുന്നത് എന്നുള്ളതായിരുന്നു. എന്നാല് ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കരുണയുമാണ്, കൃപയുമാണ് എന്നെ ഇത്രത്തോളം വഴി നടത്തിയെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എനിക്ക് ആ ദൈവസ്നേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ പാപാവസ്ഥയിൽ കുമ്പസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും ആ പാപം ചെയ്യും, വീണ്ടും കുമ്പസാരിക്കും എന്നുള്ള പോലുള്ള ഒരു അവസ്ഥയായിരുന്നു. പാപം എന്താണെന്നും പാപാവസ്ഥ എന്താണെന്നും എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടതെന്നും ഒക്കെ ഉള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയത് ഈ മിസിയോയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അതുപോലെ എൻ്റെ ഉള്ളില് ഞാൻ ക്ഷമിച്ചു എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഒരു നോവായിട്ട് മുറിവായിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുകയും അത് പിന്നീട് പല അവസരങ്ങളിലും അതിനെക്കുറിച്ച് എൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ വരികയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി കുമ്പസാരിക്കും, പിന്നെയും ഇത് തന്നെ ആവർത്തിക്കും, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ പാവാസയെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ച് വിട്ടുകൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പാപത്തിന്റെ ആ അവസ്ഥയിൽ നിന്നും എനിക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനും എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനും ഉള്ള കൃപ ലഭിച്ചു. അങ്ങനെ എനിക്ക് ആ ഒരു വിടുതൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ പരാതി എന്ന് പറയുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല, അല്ലെ എന്നെ സ്നേഹിക്കേണ്ടവർ എന്നെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല എന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ ഈ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുടെ സ്നേഹവും കരുതലും എത്ര അധികമായിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചു. അതെനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥനയിൽ എനിക്കൊരു ചെറിയ അനുഭവം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ്ലെസ്നെസ് അന്ന് ഫീൽ ചെയ്തു. പിന്നെ പിറ്റേ ദിവസമൊക്കെ കുർബാനയിൽ പോയി നിൽക്കുമ്പോഴും എനിക്ക് അതുപോലുള്ള ഒരു അനുഭവം, ഒരു ഈസിനെസ്, എനിക്കൊരു ഭാരമൊക്കെ കുറഞ്ഞതുപോലുള്ള ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായത്. അതുപോലെ എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്റെ പ്രാരാബ്ദങ്ങളും തെറ്റുകളും എല്ലാം ഇങ്ങനെ തലയിൽ വെച്ച് കെട്ടി ഒരു ബലം പിടിച്ച് ഇങ്ങനെ
വരിഞ്ഞു മുറുകി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഭക്തിയോടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ മാറി എങ്ങനെ അപസ്തമാന്റെ ഒരു കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിട്ടുകൊടുക്കാനുള്ള ഇത് എന്റെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും എല്ലാം ആ കാസായിൽ സമർപ്പിച്ച് ഈശോയുടെ കുരിശിനോട് ചേർത്ത് ആ ബലിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിടുതൽ അതനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ഇപ്പം പരിശുദ്ധ കുർബാനയില് വിട്ടുകൊടുക്കാനായിട്ടും പൂർണ്ണമായി സമർപ്പിക്കാനും സാധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തുറവിയും എനിക്ക് എല്ലാവരോടും ഇടപെടാനൊക്കെ ഭയങ്കര സങ്കോചമായിരുന്നു. എവിടെ ചെന്നിരുന്നാലും ഞാൻ ഏറ്റവും പുറകിലായിരിക്കും നിൽക്കുന്നത്. ഇനിഷ്യേറ്റീവ് എടുത്തൊരു കാര്യം ചെയ്യുകയല്ല, ഏതോ കൂട്ടായ്മയിൽ ചെന്നാലും ഞാൻ എപ്പോഴും പുറകെ നിൽക്കുന്ന ആളായിരുന്നു. എന്നാൽ ഇപ്പൊ അത് മാറിയിട്ട് ആ സങ്കോചമൊക്കെ ഒന്ന് മാറി മുന്നോട്ട് വരാനും പ്രാർത്ഥനയൊക്കെ ലീഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അനുഭവത്തിലേക്ക് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ മിശോയിൽ വന്ന് കിട്ടിയ ഒരു അനുഭവം തന്നെയാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ കൂട്ടായ്മ, പിന്നെ മാമോദീസായിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ് സുവിശേഷ പ്രഘോഷണം ഉള്ള ആ സത്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് പടിപടിയായി ഓരോ നിത്യസത്യങ്ങളിലൂടെ നമ്മെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഈ മിശിയോയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും അതിന്റെ എല്ലാ ഉന്നതികളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം, ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആമേൻ. താങ്ക് യു ലിസമ്മ ചേച്ചി. ലിസമ്മ ചേച്ചി പറയായിരുന്നു അല്ലെ, ഓരോ വിഷയങ്ങളും തന്റെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിച്ചു എന്ന്. എനിക്കറിയാം ലിസമ്മ ചേച്ചിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ചുരുങ്ങിയ സമയത്തില് ഒരുപാട് കാര്യങ്ങൾ ഇത്രയും പറഞ്ഞ് മനസ്സിലായി. ഹൃദയത്തില് അത് തുറക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്, കേൾക്കാൻ പറ്റിയതിലൊക്കെ. ഇനിയും ഒരുപാട് ബോധ്യങ്ങൾ ലഭിക്കട്ടെ. ഇതിൽ തുടർന്ന് നിലനിൽക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലിസമ്മ ചേച്ചി. അടുത്തത് ഗ്രൂപ്പ് 6-ൽ നിന്ന് പ്രിൻസി മെജോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പ്രിൻസി മെജോ. ഞാനും ഭർത്താവും 4 മക്കളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങള് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ആദ്യമായി ഈ മിസിയോ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അനുവദിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞു ജീവിക്കേണ്ടതായ നിത്യസത്യങ്ങളെ കുറിച്ച് ആഴമായ ബോധ്യങ്ങളിലേക്ക് കടന്നു വരുവാൻ എനിക്ക് സാധിച്ചു. അതിൽ ജീവിക്കാനായി ശക്തി പ്രാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ദൈവാനുഭവങ്ങളിലൂടെ വളർന്ന എനിക്ക് തിരിച്ച് ഒരു വരണ്ട മരുഭൂമി ജീവാവസ്ഥകളിലേക്ക് തിരിച്ചു പോയപ്പോൾ ഇതില് മിസിയോയിലേക്ക് കടന്നു വന്നതിന് ശേഷം വീണ്ടും ആ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം പുനഃസ്ഥാപിക്കുവാനും അതുപോലെ ദിവസേനയുള്ള വചന വിചിന്തനത്തിലൂടെ അവിടുത്തെ സ്വരം ശ്രവിക്കാനും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സാധിച്ചു വരുന്നു. ഈശോയെ പകർന്നു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ഒത്തിരി ദൈവത്തിന് വേല ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മിലുള്ള കുറവുകൾ എനിക്ക് ഒത്തിരി എന്നെ പിന്നോട്ട് വലിക്കുമായിരുന്നു. പക്ഷെ ഈ ഗ്രൂപ്പിൽ വന്ന് ചെറിയൊരു ഷെയറിങ്ങുകള്, പ്രത്യേകിച്ചും മെന്ററായിട്ടുള്ള ജോയി ചേട്ടന്റെ ഒത്തിരി ഒരു സ്നേഹനീതിയായ ഒരു അപ്പച്ചന്റെ പോലെ എപ്പോഴും കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും ധൈര്യം പകർന്നുതന്ന ജോയി ചേട്ടൻ ഒത്തിരി നന്ദിയുണ്ട്. ഇപ്പം ഈ ഒരു വലിയൊരു കൂട്ടായ്മയുടെ മുൻപില് ഇതുപോലെ 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു കൃപ, ഒരു സംസാരിക്കാൻ തന്നെ സാധിച്ചത് ജോയി ചേട്ടന്റെ ഒത്തിരി സപ്പോർട്ടാണ്. അതുപോലെ തന്നെ കൂട്ടായ്മയിലൂടെ കിട്ടിയ ഒരു സൗഹൃദങ്ങള് നമുക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശേഷങ്ങൾ തിരക്കുവാനും ഈ ലോകത്തിലുള്ള എന്താ പറയാ കൂട്ടുകളെക്കാളൊക്കെ ഉപരി ആത്മാർത്ഥം നിറഞ്ഞ ദൈവാഭിഷേകം നിറഞ്ഞ വലിയൊരു കൂട്ടുകെട്ടുകള് അത് ഒത്തിരി സന്തോഷം നൽകുന്നതായിരുന്നു. അതുപോലെ തന്നെ ഓരോ സബ് ഗ്രൂപ്പുകൾ അവസാനം ഞങ്ങളുടെ പുഷ്പാമ്മ ചേച്ചി ചെറിയൊരു ചേച്ചിയുടെ ഷെയറിങ് ഒത്തിരി ആത്മീയമായ പ്രചോദനം നൽകുന്നതായിരുന്നു. അതുപോലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉള്ളിൽ തീഷ്ണതയുണ്ട്. അതിനുവേണ്ടി ജീവിക്കണം എന്നറിയാം, പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനെങ്കിലും ഒത്തിരി കരുത്ത് കിട്ടിയിട്ടുണ്ട്. അവസാനം പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റത്തെ
ക്ലാസ്സിൽ കാർമിലി ചേച്ചിയുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ കരഞ്ഞുപോയി. വലിയൊരു, എനിക്ക് അറിയില്ല, വളരെ ഒരു അഭിഷേകമായിരുന്നു എനിക്ക് ആ ക്ലാസ് കഴിഞ്ഞപ്പോഴേ. എന്തൊക്കെയോ ഒരു മാറ്റം എന്നില് വരുന്നതായി ഞാൻ അറിഞ്ഞു. അപ്പൊ കൂടുതൽ ഇനിയും കൂടുതൽ പ്രാർത്ഥനയോടെ പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ച് സുവിശേഷമായി ജീവിക്കുവാനും വചന പ്രഘോഷത്തിനായി കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒപ്പം ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമേൻ. താങ്ക് യു ഫിൻസി. ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങളില് ഈശോയെ വീണ്ടും കണ്ടുമുട്ടിയതും ഒപ്പം ഒരു കൂട്ടുകാരെ കിട്ടിയതും അങ്ങനെ ആ ഒരു തീഷ്ണതയിൽ നിലനിൽക്കാൻ ഈശോ ഇനി സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നതായിരിക്കും. താങ്ക് യു ഫിൻസി. അടുത്തത് നമുക്ക് ഗ്രൂപ്പ് 9 നിന്ന് ചാക്കോ വർഗീസ്. ഗ്രൂപ്പ് 9-ലൂടെയാണ് ഞാൻ മിശോയെ ഓൺലൈൻ കൊണ്ട് ചെയ്യാൻ തുടങ്ങിയത്. ഈ കോഴ്സിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ ബ്രദർ തന്നെയാണ്. ബ്രദർ 13ാമത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നു. ആദ്യമായി സ്നേഹനിധിയായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് നമ്മുടെ രക്ഷാധികാരിയായ പ്രിയ ബഹുമാനപ്പെട്ട ജോയ് ആലപ്പാട്ട് പിതാവിനെയും കോഴ്സിലുടനീളം ആശീർവാദത്തിനായും സന്ദേശത്തിനായും വന്ന എല്ലാ പ്രിയപ്പെട്ട അലീസൂട്ടി ചേച്ചിയെയും ടോമിച്ചൻ ചേട്ടനെയും ഗ്രൂപ്പ് 9 മെന്റേഴ്സായ തോമസ് ചേട്ടനെയും സെൽഡ സിസ്റ്ററിനെയും എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും മിശോയിലുള്ള എല്ലാ അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ചാക്കോ ചേട്ടന്റെ ലൈൻ ബ്രേക്ക് ആയല്ലോ. ഓക്കെ, അടുത്ത ആളെ വിളിക്കുകയാണേ. ഗ്രൂപ്പ് 13 നിന്ന് വ്യക്തിപരമായി വ്യവസ്ഥയില്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ശക്തിയോടും കൂടി എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ ആഴത്തിൽ അനുഭവിച്ചു. അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതും ഹാഗാറിനെ മരുഭൂമിയിലേക്ക് നയിച്ചതും പൂർവ്വ ജോസഫിനെ ഈജിപ്തിലേക്ക് നയിച്ചതും ദൈവത്തിന്റെ സ്നേഹമായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ്. ഏദത്തിൽ ഞാൻ കടന്നുപോയ സഹനങ്ങൾ ജെറമ്യ 29:11 ആധാരമാക്കി എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. നാശത്തിനല്ല ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ പദ്ധതി. ക്ലാസ്സിലൂടെ ഇതിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനു മുൻപ് കുമ്പസാരത്തിന് മാനസികവിച്ചിരുന്നു. എന്നാൽ നമുക്ക് ജന്മനാ ഉള്ള പാപാവസ്ഥയിൽ നിന്ന് ദുർബലമാക്കപ്പെട്ട മനുഷ്യ പ്രകൃതിയാണ് മനുഷ്യൻ്റെത്. അതുകൊണ്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെയും സമരത്തിലൂടെയും നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കുമ്പസാരത്തെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യം മാറി നല്ല കുമ്പസാരത്തിന് ഒരുങ്ങാൻ സാധിക്കും. തുടർന്ന് അവസ്ഥയെ മനസ്സിലാക്കി 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷ നേടിത്തന്ന ക്രിസ്തുവിനെ രക്ഷകൻ നാഥനുമായി ഏറ്റുപറഞ്ഞ് എന്നിലെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കി ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് സമർപ്പിക്കാൻ സാധിച്ചു. അതിലൂടെ
മറ്റുള്ളവരോട്, അതായത് നമ്മെ എല്ലാം മറന്ന് ക്ഷമിക്കാൻ സാധിച്ചു. ഓരോ ദിവസവും വചന വിചിന്തനം പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു. വചനം വായിച്ച് അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മോട് ദൈവം എന്തു പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ധ്യാനിക്കാൻ അവസരം ലഭിച്ചു. അത് സബ് ഗ്രൂപ്പിൽ പങ്കുവച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രയർ പാർട്ട്നേഴ്സിനെ വിളിച്ച് അവരുടെ പ്രാർത്ഥനകൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു. അതിലൂടെ കൂട്ടായ്മയുടെ അനുഭവത്തിലാകാൻ സാധിച്ചു. അടുത്ത ഒരു സെക്കൻഡ് കൂടി കഴിയുമ്പോൾ സബ് ഗ്രൂപ്പിന്റെ കണ്ടുമുട്ടൽ അസാധ്യമാകുന്ന നഷ്ടബോധം ബന്ധപ്പെട്ട് ദൈവത്തിലേക്ക് ക്ഷണിക്കാൻ ഉള്ള കൃപ അനുഗ്രഹിച്ചു. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ചാക്കോ ചേട്ടാ. ലൈനിൽ അല്പം ബ്രേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു. സാരമില്ല, എന്തായാലും നമുക്ക് സംഭവം മനസ്സിലായി. അപ്പൊ താങ്ക് യു. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊരു അനുഭവമായിരുന്നു. ഇതിലെ ക്ലാസ്സുകളെല്ലാം അതെല്ലാം അനുഭവത്തിന്റെ ക്ലാസ്സുകളായിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടി. അതെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു കോഴ്സ് ഒരു ബാച്ച് കൂടി ചേരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചാക്കോ ചേട്ടാ. അടുത്തത് ഗ്രൂപ്പ് 13 ലൂസി മാത്യു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിക്കും നിറകണ്ണുകളോടെയാണ് ഞാൻ ഈ ടെസ്റ്റ് മണി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. 2022 ന്യൂ ഇയർ വിഷായി ഞാൻ എൻ്റെ ഈശോയോട് ആവശ്യപ്പെട്ടത്, എൻ്റെ ഈശോയെ എന്നെ നിന്റെ ഒരു പ്രേക്ഷിതയാക്കണം, അനേക ആത്മാക്കളെ നിനക്ക് വേണ്ടി നേടാനുള്ള കൃപ തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. സങ്കീർത്തകൻ പറയുന്നത് പോലെ തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കുന്നു. മിസ്സിയോ പ്രിലിം എന്ന കാര്യത്തെപ്പറ്റി കേട്ടിട്ട് പോലുമില്ലായിരുന്നു എന്നോട്. ഒരു കുഞ്ഞനുജത്തിയെ പോലെ ഞാൻ സ്നേഹിക്കുന്ന സിജിമോൾ ഒരു ദിവസം പറഞ്ഞു, ചേച്ചി, മിസ്സിയോ പ്രിലിം എന്നൊരു പ്രോഗ്രാം ഉണ്ട്, ചേച്ചിക്ക് ഇഷ്ടപ്പെടും, കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം എന്ന്. അവൾ ലിങ്ക് അയച്ചു തരികയും ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. തുടങ്ങി 2-3 ദിവസം വൈകിയാണ് സബ് ഗ്രൂപ്പിൽ എൻ്റെ പേര് ആഡ് ചെയ്യപ്പെട്ടതെങ്കിലും അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ വേർഡ് ഓഫ് ദി ഡേ റിഫ്ലക്ഷൻ ഇടുവാനുള്ള കൃപ തന്നു ദൈവം അനുഗ്രഹിച്ചു. ഓരോ ദിവസവും തുടങ്ങുന്നത് ബൈബിളിലെ ഒരു ഭാഗം വായിച്ച് അതേപ്പറ്റി ധ്യാനിച്ച് അതിന്റെ റിഫ്ലക്ഷൻ ഇട്ടിട്ടാണ് എന്നത് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. 5-ാമത്തെ നിത്യസത്യമായി പരിശുദ്ധാത്മാവിനെ പറ്റി വായിച്ച് ധ്യാനിച്ച വേളയിൽ പരിശുദ്ധാത്മാഭിഷേകത്തിനായി നടത്തിയ പ്രാർത്ഥന വേറിട്ട ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലുമുള്ള പ്രെയർ പാർട്ട്നേഴ്സും അത് ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തി നമുക്ക് പകർന്നു തരുന്ന ഒന്നായിരുന്നു. ഓരോ ശനിയാഴ്ചകളിലെ ടെസ്റ്റ് മണീസ്, പ്രൊക്ലമേഷൻസ്, സ്ലൈഡ് പ്രസന്റേഷൻസ്, ആലിസ് വീട്ടി ചേച്ചിയുടെയും ടോമിച്ചൻ ചേട്ടന്റെയും ഒക്കെ ഷെയറിങ്സ് എല്ലാം വളരെ ഹൃദ്യമായ അഭിഷേകം നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു. ദൈവസ്നേഹത്തിൽ തുടങ്ങി പാപാവസ്ഥ, മാനസാന്തര പ്രത്യുത്തരം, വിശ്വാസ പ്രത്യുത്തരം, പരിശുദ്ധാത്മാഭിഷേകം, കൂട്ടായ്മ തുടങ്ങി 6 നിത്യസത്യങ്ങളും പിന്നിട്ട് ഒടുവിൽ 7-ാമത്തെ നിത്യസത്യമായ സുവിശേഷ പ്രഘോഷണത്തിലെത്തിയപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഓ എൻ്റെ ഈശോയെ, നീ എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന വഴികൾ എത്ര മനോഹരമെന്ന് ഞാൻ അറിയാതെ പറഞ്ഞുപോയി. കാരണം ഞാനത് അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക എന്ന പാട്ട് ഹൃദയത്തിൽ തട്ടി തന്നെ അർത്ഥം മനസ്സിലാക്കി തന്നെ ഞാൻ പലപ്പോഴും പാടിയിട്ടുണ്ട്. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഞാൻ പാടി നടന്ന പാട്ടിന്റെ അർത്ഥം ശരിക്കറിയാമായിരുന്നതിനാൽ തളരാതെ പിടിച്ചു നിൽക്കുവാൻ ദൈവം എനിക്ക് ബലം തന്നു. ഇനിയും ഈ ജീവിതത്തിൽ എത്ര നാളുകൾ ശേഷിക്കുന്നുണ്ടെന്ന് അറിയില്ല. എങ്കിലും കഴിയാവുന്ന വിധത്തിലെല്ലാം എൻ്റെ യേശോയുടെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുവാനുമുള്ള ശക്തമായ ഒരു പ്രേരണ ഈ മിസ്സിയോ കൂട്ടായ്മയിലൂടെ ലഭിച്ചു എന്നത് വലിയ സന്തോഷം നൽകുന്നു. ഈ മിസ്സിയോയുടെ സംഘാടകർ, പേട്രൺ ബഹുമാനപ്പെട്ട ജോയി പിതാവ്, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, ലീഡേഴ്സ് തുടങ്ങി ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ സേവനത്തിന് ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും അതോടൊപ്പം ഇതിൽ സംബന്ധിക്കുന്നവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
ആശിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് അരുളി ചെയ്ത ഇതിലെ ഒരു അംഗമാകുവാൻ നിസ്സാരയായി എന്നെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ എന്റെ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലെറ്റ് ദ വേർഡ് ബി പ്രൊക്ലെയിംഡ്. ആമേൻ. താങ്ക് യു ലൂസി ചേച്ചി. ലൂസി ചേച്ചിയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ഈശോ കണ്ടു, അത് ഈശോ നിറവേറ്റി തന്നു. ഇനി ഞങ്ങൾ ലൂസി ചേച്ചിയുടെ കയ്യിലാണ്. അപ്പൊ ഈ തീഷ്ണത നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലൂസി ചേച്ചി. അടുത്ത നമുക്ക് ഗ്രൂപ്പ് 10 നിന്ന് ജോർജ് ജോസഫ്. മിഡിൽ ഈസ്റ്റ് ഗ്രൂപ്പിലെ ജോയ്സി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോയ്സി ദീപു. ഞാൻ മിഡിൽ ഈസ്റ്റ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കണേ. എൻ്റെ ഹസ്ബൻഡ് ദീപു ഈശോയുടെ സന്നിധിയിലാണ്. 3 മക്കളാണുള്ളത്. നമ്മള് പറഞ്ഞതുപോലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്ന പോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നത് അർത്ഥവത്താക്കിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർത്ത ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി. ആദ്യമേ തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എനിക്ക് സത്യവല്ല ആലീസ് ഉഡ്യാഡിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയാ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. കാരണം ഇത്രയും ഒരു ഏജിലും ഇത്രയും തീക്ഷണതയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു എന്താ പറയാ നമുക്ക് പറയില്ലേ, സ്വയം ഒരു പുച്ഛം തോന്നുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ആദ്യം ഉണ്ടായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് അവിടെ നിന്ന് ഓരോ ക്ലാസ്സുകളും പഠിപ്പിക്കുമ്പോൾ 7 നിത്യസത്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചപ്പോൾ ഇതൊക്കെയാണ് 7 നിത്യസത്യങ്ങൾ എന്നും അതിന്റെ എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്നുള്ള നമുക്ക് എല്ലാ ക്ലാസ്സും കഴിഞ്ഞിരിക്കുമ്പോൾ വലിയൊരു ക്ലാരിറ്റി ആയി നമ്മുടെ ജീവിതത്തിൽ. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ക്ലാരിറ്റി ആയി. ദൈവസ്നേഹം എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹം നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല നമുക്ക് കിട്ടിയത്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആണ് നമുക്ക് ആ സ്നേഹം കിട്ടിയത് എന്ന് വിശ്വസിക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ പാപാവസ്ഥ, നമ്മളൊക്കെ പാപികളാണ്, നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ് പാപികളാവുന്നത് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷെ നമ്മുടെ ആ പാപാവസ്ഥ കൊണ്ടാണ് നമ്മൾ പാപത്തിലേക്ക് വീണു പോകുന്നത്. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കരകയറാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിച്ചു. ഈശോയാണ് രക്ഷകനെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ യേശുവിനെ മുറുകെ പിടിക്കുമ്പോൾ അല്ലെ, ഈശോ സ്വന്തം പുത്രനെ നൽകി ആ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മളെ എല്ലാവരെയും വീണ്ടെടുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആരെ പേടിക്കണ്ടേ, നമുക്ക് ജീവനും എന്താ പറയാ ജീവനും രക്തമായിട്ട് നമ്മൾ എന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലോട്ട്. ആ ജീവനേക്കാൾ വലിയൊരു ജീവനും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ പറ്റി. പിന്നെ വിശ്വാസം, മാനസാന്തര പ്രത്യുത്തരം, കുംഭസാരം എന്ന് മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒത്തിരി അനുഭവങ്ങൾ കൊണ്ട് ക്ഷമിക്കാൻ പറ്റിയെങ്കിലും ആദ്യം രചിച്ച് പറഞ്ഞ പോലെ തന്നെ മറക്കാൻ പറ്റാത്ത ഒത്തിരി മുറിവുകൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയില്ലേ, നമ്മളൊരു ധ്യാനത്തിന് പോകുമ്പോൾ നമ്മൾ കുംഭസാരങ്ങളൊക്കെ തിട്ടപ്പെടുത്തി എഴുതി നമ്മൾ ചെയ്യുന്നത് പോലെ എഴുതി ചെയ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ വലിച്ചു പുറത്തിടാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിച്ചു. പൂർണ്ണമായിട്ട് അവരോട് ക്ഷമിക്കാനും മനസ്സിൽ നിന്ന് അവർക്ക് എന്താ പറയാ അവരോട് ഒരു സ്നേഹമൊക്കെ തോന്നുന്ന രീതിയിൽ എനിക്ക് മാറാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഒരു 2-2.5 മാസമായിട്ട് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്റെ മക്കള് തന്നെ അവസാനം എന്നോട് പറയാൻ തുടങ്ങി, അമ്മ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒത്തിരി സങ്കടമായി. പക്ഷെ ഈ ഒരു ക്ലാസ് കൂടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരോട് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പരിധി വിട്ടൊന്നും ഞാൻ അവരോട് പറയാനോ ദേഷ്യപ്പെടാൻ അവരെ വിഷമിപ്പിക്കാനായിട്ട് ശ്രമിക്കാറില്ല. അതിനെനിക്ക് കഴിയുന്നുണ്ട്. അതിനൊത്തിരി ഈശോയ്ക്ക് നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മാനസാന്തരം പൂർണ്ണമായിട്ട് തോമസ് ലീഹ പറഞ്ഞ പോലെ എന്റെ കർത്താവിന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആ ഒരു പൂർണ്ണ സമർപ്പണം അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒന്നുമില്ല. നമ്മള് പറയുന്ന പോലെ ഒരു വെയിറ്റ്ലെസ് ഫീലിംഗ് എന്ന് പറയില്ലേ, നമ്മൾ പൂർണ്ണമായിട്ട് അതങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അവിടെ എല്ലാം ഈശോ ചെയ്തോളും. അതങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെയൊക്കെ വയലുകളിലും വീടുകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, കളകൾ വരുന്നത്. അത് നമ്മൾ വെട്ടി എരിഞ്ഞു കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മളിത് വേരോടെ പിഴുതെറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. അത് വീണ്ടും കളച്ചു വരാതിരിക്കും. അതേപോലെ തന്നെയാണ് ഈ വിശ്വാസം മാനസാന്തര പ്രത്യയത്തിൽ കണ്ടത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് അടിയിൽ നിന്ന് വേരോടുകൂടെ പിഴുത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനൊരു ശാന്തത ലഭിക്കുന്നുള്ളൂ, അത് വീണ്ടും വരാതിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ പരിശുദ്ധാത്മാവ് ആ ഒരു ദിവസത്തെ എന്താ പറയാ അഭിഷേക പ്രാർത്ഥനയിലൂടെ നമുക്ക് എല്ലാവർക്കും വല്ലാത്തൊരു അനുഭൂതി എല്ലാവർക്കും വന്നിട്ടുണ്ട്. ആ ഒരു അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞതോട് കൂടിയിട്ട് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ നമ്മളിലേക്ക് ആരൊക്കെയോ തരുന്നത് പോലെ ഒരു ഫീലിംഗ് ഒക്കെ
ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു കൂട്ടായ്മയിലൂടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ്, റിലീസ് ഗ്രൂപ്പ്, അതിന്റെ മെന്റർ സോളി ചേച്ചി എല്ലാവരെയും ഒരു സ്വന്തം ചേച്ചിയെ പോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളെ കാണുന്നില്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ചോദിച്ച് പേഴ്സണലി മെസ്സേജ് അയച്ച് എല്ലാവരെയും ഗ്രൂപ്പിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ആ ഒരു കൂട്ടായ്മ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ തീരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമാണ്. ഒരു കുടുംബം വിട്ട് പിരിഞ്ഞു പോവുകയാണോ എന്നുള്ളൊരു തോന്നലാണുള്ളത്. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ എല്ലാവരും ഒന്നിച്ചു നിന്നു. ഓരോ പ്രെയർ പാർട്ട്നേഴ്സിനെ കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ഈശോ ഉത്തരം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി ദൈവത്തിന് നന്ദി. അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷണം നമുക്ക് കിട്ടിയ അനുഭവം. അപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി ഈശോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് തന്നത് മറ്റാർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഈശോ അനുഗ്രഹം തന്നു. എനിക്കതറിയാം, എന്നെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്, എന്റെ കൂടെ ഉണ്ട്, ഇതൊക്കെ എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോ ഈശോ അവർക്ക് കൊടുക്കാനോ ആയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു ഇതിലേക്കൊക്കെ കടന്നു ചെല്ലാനും മറ്റുള്ളവർക്ക് എനിക്ക് കിട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ഈശോയെ കുറിച്ചുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് എന്നുള്ളൊരു ഉറച്ച ബോധ്യം നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. അത് ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ എന്താ പറയാ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തില് 2-ാം അധ്യായം 5-ാം വചനത്തിൽ പറഞ്ഞ പോലെ അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഈശോ പറഞ്ഞതുപോലെ നമ്മളോട് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഡ്രൈവറായിട്ട് ഈശോയെ ഇരുത്തണം. അപ്പൊ ആ ഈശോയെ നമ്മുടെ ഡ്രൈവറായിട്ട് ഇരുത്തിയിട്ട് ഈശോ എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വയം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരാനായിട്ട് പിതാവായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ജോയ്സി. ജോയ്സിയുടെ വാക്കുകളിൽ ഒരുപാട് ആത്മശക്തിയും സന്തോഷവും ഒക്കെ വളരെ പ്രകടമായിരുന്നു. കർത്താവ് വന്ന വിടുതലിനോർത്ത് സൗഖ്യം നന്ദി പറയുന്നു. ഇനിയും ഇതിൽ നിലനിൽക്കാൻ സാധിക്കട്ടെ. കർത്താവിനെ കൂട്ടുകാരനായി പിടിച്ച് മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജോയ്സി. അടുത്തത് നമ്മുടെ ഗ്രൂപ്പ് 10-ലെ ജോർജ് ജോസഫ് ഉണ്ട്, ക്ഷണിക്കുകയാണ്. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോർജ് ജോസഫ്, മുംബൈയിൽ ഡോംബുരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്. എനിക്ക് വൈഫ്, 2 ആൺമക്കള്. ഞങ്ങൾ കല്യാൺ ഡയസിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ പള്ളിയുടെ പേര് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച്. എന്ത് തന്നെ ആയാലും ഈ ഒരു പ്രത്യേകമായ ഈ മിസിയോ കോഴ്സിൽ ചേരുവാൻ സാധിച്ചതിൽ ആദ്യമേ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് നന്ദി പറയുന്നു. കാരണം അവളിലൂടെയാണ് എനിക്ക് കടന്നു വരാൻ സാധിച്ചത്. ഏതായാലും ദൈവത്തിന്റെ സ്നേഹം ഒരുപാട് അനുഭവിച്ചറിയാൻ സാധിച്ചു. ആഴമായ പഠനങ്ങളാണ് എല്ലാവരും നടത്തിയത്. കാരണം ഓരോ പ്രസംഗം പറയുന്നവരും ടെസ്റ്റിമണി പറയുന്നവരും സ്ലൈഡ് പ്രസന്റേഷൻ അത് വളരെ മനോഹരമായിരുന്നു. എല്ലാം കൂടെ ഒരുപാട് ആഴമായ അർത്ഥങ്ങളും രാഗങ്ങളും വചനങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ വളരെയധികം കേൾക്കുവാൻ സാധിച്ചു. ഏതോ ഒരു സഹോദരി പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുകയാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന കാര്യം അതെനിക്ക് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പരിശുദ്ധാത്മാവിന് കടന്നു വരാൻ നമ്മൾ ഹെലിപ്പാഡ് തയ്യാറാക്കണം എന്നുള്ളൊരു വലിയ ബോധ്യം, അതിന് നമ്മൾ പാപങ്ങളൊക്കെ മാറ്റി ആത്മാവിലെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണമെന്ന് ഉള്ള ഒരു ബോധ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരുപാട് നല്ല നല്ല ഉദാഹരണങ്ങളിലൂടെയൊക്കെ ക്ലാസ്സുകൾ കൊണ്ടുപോയി വളരെ സന്തോഷം തോന്നി. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് 10 ഞങ്ങളുടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ മെന്റർ അനിത ആന്റണിയെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഞങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത വ്യക്തിയാണ്. നല്ല ഒരു അനുഭവത്തിലൂടെ വളർന്നു വരുവാൻ സാധിച്ചു ഈ ഗ്രൂപ്പിലൂടെ. ഞങ്ങളുടെ ആ സബ് ഗ്രൂപ്പില് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ട് ഒരുങ്ങി ഞങ്ങൾ ആത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ ശരിയായ അനുഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുകയുണ്ടായി. എന്തു തന്നെ ആയാലും ഇതൊരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ. കാരണം വചനമൊക്കെ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് ഞാൻ. കാരണം 1979 ആലീസ് കുട്ടി ആന്റി ഇവിടെ ബോംബെ വന്ന് ധ്യാനം നടത്തിയപ്പം അതിനകത്ത് അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ ജോസ് പാലാട്ടി അച്ഛനും ആലീസ് കുട്ടി ആന്റിയും കൂടെയാണ് നടത്തിയത്. അതിലൂടെയൊക്കെ ധ്യാനങ്ങളിൽ കൂടി വളർന്നു വന്ന വ്യക്തിയാണ്. പക്ഷെ വചനങ്ങൾ വഴിക്കൊന്നും ഇറങ്ങാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഈ ആഴമായ പഠനങ്ങളിലൂടെ, അതായത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വേർഡ് ഓഫ് ദ ഡേ അതൊരു വല്ലാത്ത കടമ്പയായിരുന്നു കേട്ടോ. അത് ദിവസവും ഞങ്ങൾക്ക്
അത് ഈ അനിത എന്ന് പറഞ്ഞ ആ സഹോദരി എപ്പോഴും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ഷെയർ എന്താ ഷെയർ ചെയ്യാത്ത. അപ്പൊ ഞങ്ങൾ രാത്രിയിലാണെങ്കിലും എഴുന്നേറ്റിരുന്ന് ആ വചനത്തെ കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ച് ഷെയർ ചെയ്ത് ഒരു വലിയൊരു അനുഭവമായിരുന്നു. ഒരുപാട് വചനങ്ങൾക്ക് അങ്ങ് ഞങ്ങൾ പഠിക്കാൻ സാധിച്ചു, ഒരുപാട് ആഴമായിട്ട് ചിന്തിക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് ഈ കോഴ്സ് കൂടിയത്. അതിന്റെ ഒരു വലിയ അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് തരുമെന്ന് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. പിന്നെ ആഴമായ രീതിയിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഏതായാലും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പ്രാക്ടിക്കലായിട്ട് വന്ന് കൂടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഓഫ്ലൈനായിട്ട് വന്ന് കൂടാനുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. എപ്പോഴെങ്കിലും ദൈവം അനുവദിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ദൈവം തന്ന ഈ വലിയൊരു സാഹചര്യത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മെസ്സിയോ കുടുംബത്തിലുള്ള ഓരോ മക്കളെയും പ്രത്യേകിച്ച് ദൈവത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിന്നെ വേറൊരു വചനം എന്റെ മനസ്സിലപ്പോൾ ഇവിടുന്ന് തന്നെ കിട്ടിയതാണ്, ഞങ്ങളുടെ ഇടത്തിടയിൽ. അതായത് യെശയ്യാ 55:8 പറയുന്നുണ്ട്, എന്റെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികള്. ആകാശം എങ്ങനെ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നുവോ അതുപോലെ എന്റെ ചിന്തകളും വഴികളും വളരെ ഉന്നതമത്രയെന്ന്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ചിന്തിക്കുന്നതൊന്നും അല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. യെരമ്യാ 29:15 പറയുന്നത് പോലെ നിങ്ങളെ കുറിച്ചൊരു വലിയ നല്ല പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി കർത്താവ് ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് ദൈവം ഈ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അത് ദൈവം നടപ്പിലാക്കുക തന്നെ ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ആലിസൂട്ടി ആന്റിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഒരുപാട് എന്നെ ഫോഴ്സ് ചെയ്ത ആളാണ് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ചേച്ചിക്കും അതുപോലെ അനിത ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്. അവരെയൊക്കെ പ്രത്യേകം ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ജോർജേട്ടാ. ജോർജേട്ടനെ കേട്ടിട്ട് വലിയൊരു അനുഭവം തന്നെയായിരുന്നു ഈ ബാച്ചിലെ കൂടിയതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ അനുഭവത്തിൽ തുടർന്ന് ജീവിക്കാൻ ജോർജ് ഓർമ്മിച്ചതുപോലെ നമുക്ക് ഹെലിപ്പാടൊക്കെ റെഡിയാക്കി പരിശുദ്ധാത്മാവിന് വേണ്ടി അനുദിനം നമ്മുടെ ജീവിതത്തെ ഒരുക്കിക്കൊണ്ടിരിക്കാം. താങ്ക് യു ജോർജേട്ടാ. അടുത്തത് നമ്മുടെ ഗ്രൂപ്പ് 12 നിന്ന് അനിത ജിബി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനിത. ഞാൻ എൻ്റെ ഹസ്ബൻഡും 3 മക്കളുമായിട്ട് ഡാലസിൽ താമസിക്കുന്നു. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മിസ്സിയോ പ്രിലിംസിന്റെ 14ാം ബാച്ചിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിന് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതിലൂടെ ദൈവം ഞങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഒരു 5-6 വർഷം മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ ഡിപ്ലോമ ഇൻ തിയോളജി എന്നൊരു കോഴ്സ് തുടങ്ങിയായിരുന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും പല കാരണങ്ങളാൽ എനിക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അപ്പോൾ ഇത് തുടങ്ങാനായിട്ടും എനിക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 7 നിത്യസത്യങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള ബോധ്യങ്ങൾ തരുവാനും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരു ദിവസം ഒരു വചനം വായിച്ച് വിചിന്തനം ചെയ്ത ഗ്രൂപ്പിൽ പങ്കുവെക്കുമ്പോഴും മറ്റുള്ളവരുടെ ഷെയറിംഗ് കേൾക്കുമ്പോഴും ഒത്തിരിയുള്ള ഉൾക്കാഴ്ചകൾ ലഭിച്ചു. നമ്മൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അത് ച്യൂ ചെയ്ത് അതിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന പോലെയായിരുന്നു. ഒരു വചനം പല പ്രാവശ്യം വായിച്ച് ച്യൂ ചെയ്ത് ഇങ്ങനെ വായിച്ചു കഴിയുമ്പോഴും അതിന്റെ മുൻപിലും പിൻപിലുമുള്ള പല ഭാഗങ്ങളും വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യങ്ങൾ. ഈ ടോപ്പിക്സ് പലതും പല പ്രാവശ്യം പല ധ്യാനങ്ങളിലൊക്കെ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിലും ഒന്നും എൻ്റെ മനസ്സിൽ നിന്നിരുന്നില്ല. പക്ഷെ ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ 7 നിത്യസത്യങ്ങൾ ഓർഗനൈസ്ഡ് ആക്കി ഓരോ ആഴ്ചയിലും ധ്യാനിച്ചപ്പോൾ ഇവയെല്ലാം മനസ്സിൽ നിൽക്കുകയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ആത്മധൈര്യവും കിട്ടി. ഞാൻ ഒരു പബ്ലിക് സ്പീക്കർ അല്ല. പക്ഷെ ജെറമ്യ 23:29 കർത്താവ് ചോദിക്കുന്നു, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തേർക്കുന്ന കൂടം പോലെയും അല്ലേ എന്ന്. ദൈവവചനങ്ങൾ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്തകൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുവാനുള്ള തുറവിയും സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ റെസ്പോൺസിബിലിറ്റീസ് തരുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള കൃപയും ദൈവം തന്നു. ഓരോ റെസ്പോൺസിബിലിറ്റിയും ആഴ്ചയിൽ ഇടുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് മിസ്സിയോ പ്രയർ ചെയ്യാൻ കിട്ടണേ എന്ന്. അതാകുമ്പോൾ നോക്കി വായിച്ചാൽ മതിയല്ലോ. പക്ഷേ അതൊഴിച്ച് ബാക്കി എല്ലാം ചെയ്യുവാനുള്ള അനുഗ്രഹം ദൈവം തന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി, നാം ആഗ്രഹിക്കുന്നതല്ല, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ എളിമയിലും അനുസരണത്തിലും ചെയ്യുക എന്നതാണ് ദൈവേഷ്ടം. ആ ഒരു ഫോർമേഷനും ഈ കോഴ്സിലൂടെ എനിക്ക് ലഭിച്ചു. ദൈവപിതാവിന്റെ സ്നേഹം ആഴത്തിൽ മനസ്സിലാക്കിയ ഞാൻ എൻ്റെ പാപാവസ്ഥയെക്കുറിച്ചും ആ അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ച് എൻ്റെ രക്ഷകനായ യേശുവിനെ കുറിച്ചും കൂടുതൽ സ്നേഹത്തോടെ മനസ്സിലാക്കി. രക്ഷ സൗജന്യമായി സ്വീകരിച്ച ഞാൻ
എങ്ങനെയാണ് വിശ്വാസ പ്രത്യുത്തരവും മാനസാന്തര പ്രത്യുത്തരവും നൽകേണ്ടത് എന്നും നമുക്ക് ലഭിച്ച കൃപയുടെ അവകാശം വിശ്വാസത്താൽ ക്ലെയിം ചെയ്യണമെന്നുള്ള ബോധ്യവും ലഭിച്ചു. സഹായകനായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായ എന്നോടുകൂടെ എപ്പോഴും ഉണ്ട് എന്നും ഐക്യത്തിലും കൂട്ടായ്മയിലും ആയിരുന്നുകൊണ്ട് സഭയുടെ ഏക ലക്ഷ്യമായ സുവിശേഷവൽക്കരണത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നും അതിനായി എനിക്ക് നൽകിയ താലന്തുകൾ ഉപയോഗപ്പെടുത്തണമെന്നുമുള്ള ഉത്തമമായ ബോധ്യവും ഈ കോഴ്സിലൂടെ എനിക്ക് ലഭിച്ചു. പൂർണ്ണമായ സമർപ്പണം വഴി നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ 7 നിത്യസത്യങ്ങൾ മനസ്സിലാക്കി വചനത്തിലും വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും ആഴപ്പെട്ട് സുവിശേഷവൽക്കരണത്തിൽ പങ്കാളിയാകുവാനുള്ള എൻ്റെ കടമ ഒരു വലിയ വിളിയാണ് എന്നുള്ള ബോധ്യവും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിനായി വിശ്വാസ സത്യങ്ങളിൽ കൂടുതൽ ആഴപ്പെടുവാനും പഠിക്കുവാനും വചനങ്ങൾ വിചിന്തനം ചെയ്യുവാനും ഒരു റെസിഡൻഷ്യൽ കോഴ്സിൽ കൂടുവാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവകൃപയാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുൾ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം, നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാവുന്ന കുറെ നല്ല പ്രയർ പാർട്ട്നേഴ്സ്, സ്പിരിച്വൽ ഫ്രണ്ട്സിനെ ഈ കോഴ്സിലൂടെ എനിക്ക് ലഭിച്ചു. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മെമ്പേഴ്സും മെന്റേഴ്സും എല്ലാ കോർഡിനേറ്റേഴ്സും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളും, എസ്പെഷ്യലി ആലിസ് കുട്ടിയാൻഡി, ടോമി ചുനാങ്കൾ, എല്ലാവരും വളരെ എൻകറേജിങ് ആൻഡ് സപ്പോർട്ടീവ് ആയിരുന്നു. അവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും സ്നേഹത്തോടെയുള്ള തിരുത്തലുകളും നിർദ്ദേശങ്ങളും എല്ലാം ഒത്തിരി അപ്ലിഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. മിസ്സിയോയുടെ പേട്രൺ ആയ ജോയ് ആലപ്പട്ടി പിതാവിന്റെ സാന്നിധ്യവും സാറ്റർഡേ ക്ലാസ്സുകളിൽ മെസ്സേജുകളും ആശീർവാദവും തന്നുകൊണ്ടിരുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യവും വളരെ അനുഗ്രഹദായകമായിരുന്നു. എല്ലാവർക്കും അതിന്റെ പേരിൽ നന്ദി പറയുന്നു. 1 Corinthians 15:10 പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ആ ദൈവകൃപയിൽ ആശ്രയിച്ച് സുവിശേഷ പ്രഘോഷണത്തിനായും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനുമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയും നന്ദിയും ആരാധനയും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു അനിത. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കാനും ആ ഒരു വിളി അതിൽ നിന്നുള്ളത് സ്വീകരിക്കാനും ഒക്കെ ദൈവം അനുവദിച്ചതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ വചനത്തിന്റെ മാധുര്യം നുണയാൻ ഈശോ അനുവദിച്ചു. നമുക്കും ശ്രമിക്കാം. ശരിക്കും നമ്മുടെ ദിവസങ്ങളൊക്കെ ചെയ്യായിരുന്നു അല്ലെ, വചനം വായിക്കുമ്പോൾ ശരിക്കും മാധുര്യം നുണയായിരുന്നു. തുടർന്ന് നമുക്ക് അങ്ങനെ തന്നെ പരിശീലിക്കാം. താങ്ക് യു അനിത, അതൊന്നുകൂടി ഓർമ്മിച്ചതിന്. അടുത്തത് ഗ്രൂപ്പ് 11 നിന്ന് ജോർജ് പട്ടേലിൽ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോർജ് പട്ടേലിൽ. ഞാനൊരു 30 വർഷമായിട്ട് ന്യൂയോർക്കിൽ താമസിക്കുന്നു. മിസ്സിയെ പറ്റി അതുപോലെ ന്യൂയോർക്കിൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിൽ ജോലി ചെയ്യുന്നു. ലിസി, 3 കുഞ്ഞുങ്ങള്. ഒരുപാട് പ്രാവശ്യമായിട്ട് മിസ്സിയെ പറ്റി പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിലോട്ടൊന്നും പോകാൻ സമയമില്ലായിരുന്നു. ഞാൻ ഒന്നാമത് ജോലി, രണ്ടാമത് വീക്കെൻഡുകളിലുള്ള ശുശ്രൂഷകള്, പിന്നെ പള്ളിയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് അതുകൊണ്ട് മനസ്സ് വെക്കാൻ താല്പര്യം കിട്ടിയില്ലായിരുന്നു. പക്ഷേ നാട്ടിൽ നിന്ന് എൻ്റെ ചേട്ടൻ്റെ മോള് നിഷിക്കുട്ടിയും അതുപോലെ അമേരിക്കയിലെ ഇതിൻ്റെ കോർഡിനേറ്റർ സിറിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു നല്ല സംഭവമാണെന്ന്. അപ്പോൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിൽക്കാതിരിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് കമ്മിറ്റ് ചെയ്യാൻ മടിച്ചു നിന്നു. എന്നാലും ഈ 14ാമത്തെ ഗ്രൂപ്പിൽ 14ാമത്തെ ബാച്ചിൽ 11ാമത്തെ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തു. ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്താണ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞാണ് മനസ്സിലാകുന്നത് 10 ആഴ്ചത്തെയാണ്. എന്നതായാലും ഒരു ആത്മീയ യാത്രയാണല്ലോ എന്നോർത്ത് ഇതിൽ ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ആത്മാർത്ഥമായിട്ട് അതിൽ പരിശ്രമിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാം ഒരു ഉത്തരവാദിത്വം. അത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏതായാലും ആദ്യത്തെ ഒരു മീറ്റിംഗ് ഇത് കൂടണമെന്ന് പറഞ്ഞു. അന്ന് ആദ്യത്തെ മീറ്റിംഗ് ഒന്ന് കൂടി കളയാം. എവരി വീക്കിലി നമുക്കൊരു മീറ്റിംഗ് ഉണ്ടല്ലോ. ആ മീറ്റിംഗിലാണ് ഇതിന്റെ ഇൻട്രഡക്ഷൻ. ഇത് എന്താണെന്ന് അവതരിപ്പിക്കും. അപ്പൊ അത് ഏതായാലും ഞാൻ കേൾക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ഒരു ബുധനാഴ്ചയായിരുന്നു കേട്ടു. അപ്പോൾ അത് അന്നത്തെ ഞങ്ങളുടെ മെന്റർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ജോസ് തന്നെയാണ്. വളരെ ഹൃദ്യമായിട്ട്, വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ ഈ കൂട്ടായ്മയെ പറ്റിയും കൂട്ടായ്മയുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും കൂട്ടായ്മ എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ പറ്റിയൊക്കെ ഒരു ബോധ്യം തന്ന് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒരു ചെറിയ ബോധ്യം തന്ന ഒരു നല്ല സംഭവമാണ്. ഇതിൽ ചേരാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ചേർന്നു. അത് കഴിഞ്ഞാണ് ഇത് ഇവിടെ കിട്ടിയ അനുഭവങ്ങൾ. ഇപ്പൊ എന്നാ വെച്ചാൽ 10 ആഴ്ച എന്ന് പറഞ്ഞാൽ 70 ദിവസങ്ങളാണ്. 70 ദിവസങ്ങളിൽ 70 വചനങ്ങൾ റിഫ്ലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അത് അപ്പൊ ഈ ശുശ്രൂഷയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴും വചനമായ ഞാൻ ഒത്തിരി പുറകോട്ടായിരുന്നു. അത് എനിക്ക് തന്നെ അറിയാമായിരുന്നു. അപ്പൊ വചനം ഇങ്ങനെ ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ വചനങ്ങളുമായിട്ടൊക്കെ പോകും. പക്ഷേ ഇത് റിലീജിയസ് ആയിട്ട് തന്നെ ഓരോ വചനങ്ങൾ വായിക്കണം, എന്നിട്ട് അതിന്റെ റിഫ്ലക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു.
അത് എനിക്കൊരു വലിയ ഒരു അനുഭവമായിരുന്നു, ഒരു വലിയ വചനത്തിലോട്ടൊരു തിരിച്ചുവരവായിരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ ആദ്യം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഇട്ടേക്കുന്നത് ഞാൻ കേൾക്കും. അപ്പൊ വചനത്തെ പറ്റി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വചനം വായിക്കും. അപ്പൊ ആ വചനം വായിക്കുമ്പോൾ വചനത്തെ പറ്റി തന്നെ നമുക്ക് റിഫ്രഷ് നിർത്താൻ പറ്റിയല്ലോ. ആ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് അതിന് മുമ്പും ബെമ്മും വായിക്കണം. അപ്പൊ അങ്ങനെ 70 ചാപ്റ്റേഴ്സ് വായിക്കാൻ പറ്റി ഓരോ ദിവസങ്ങളും. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന ബോധ്യം അനുസരിച്ച് ഞാൻ എൻ്റെ റിഫ്ലക്ഷൻ കൊടുക്കാനും തുടങ്ങി. അപ്പോഴാണ് ഇതിൽ ഓരോരുത്തരും കൊടുക്കുന്ന ഈ വചനത്തിന്റെ റിഫ്ലക്ഷനെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ആരംഭ ദിവസത്തെ ക്ലാസ്സിൽ അത് കഴിഞ്ഞ് ഓരോരുത്തർക്കും ഓരോ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കും. അപ്പൊ അന്ന് ആദ്യത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് മീറ്റിംഗ് ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എല്ലാവരുടെയും മുഖം തന്നെ ഓർക്കുന്നുണ്ട്. പലരും ഇങ്ങനെ ഓപ്പൺ ആകാൻ ഒരുപാട് മടിച്ചു നിൽക്കുന്നത്, MC ആകാൻ പറയുന്നവര്, അതുപോലെ തന്നെ വേർഡ് ഓഫ് ഗോഡ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. പക്ഷെ അവരെല്ലാം ഓരോ ആഴ്ചയിലെ മീറ്റിങ്ങുകളിലും അവർ വളർന്നു വരുന്നത് വളരെ മനോഹരമായി. എന്താ വെച്ചാൽ ഈ കൂട്ടായ്മയുടെ ആ കെട്ടുറപ്പ്, ആ കൂട്ടായ്മയിലെ ഈ യോജിപ്പുമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രകടമായത്. ഓരോരുത്തരൊക്കെ ഒരു ആത്മീയ പൂന്തോട്ടത്തിലെ ഒരു പൂമുട്ട് ഇങ്ങനെ ആത്മീയമായിട്ട് വിടർന്ന് നല്ലൊരു പൂവായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് ഓരോരുത്തരും വരുന്നത് നമുക്ക് വളരെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ ഓരോ ആഴ്ചത്തെ മീറ്റിങ്ങുകൾ ഞാൻ ഈ യൂട്യൂബിലെ രാഷ്ട്രീയമൊക്കെ നിർത്തിയിട്ട് രാവിലെ 3 മണി കേൾക്കുമ്പോൾ എല്ലാവരും റിഫ്രഷ് കേൾക്കാൻ തുടങ്ങി. അത് എനിക്ക് തന്നെ ഒരു എന്റെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ ബോധാബോധ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ സാധിച്ചു. അതുപോലെ തന്നെ ശനിയാഴ്ചകളിലെ മീറ്റിംഗ്, ആ മീറ്റിംഗ് സൂപ്പറാണ് കേട്ടോ. എന്നാ പറയട്ടെ, അത് വെൽ പ്രിപ്പയർഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആണ്, അല്ലാതെ ചുമ്മാ പറയുന്നതല്ല. അപ്പൊ ഓരോരുത്തരുടെ ഈ ടെസ്റ്റിമണി, അതുപോലെ പ്രൊക്ലമേഷൻ, അതുപോലെ ഈ സൈൻ, ഇതുപോലെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ട് ഇത് വളരെ ഓർഗനൈസ്ഡ് ആണ്, വളരെ പ്രിപ്പയർഡ് ആണ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇതിന്റെ അകത്തെ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ഒന്നുമില്ല, ഒരു സഹോദരി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൊച്ചനേത്തി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൊച്ചു അനുജനായിരിക്കും, ചേർത്ത് പിടിക്കാനും ചേർന്ന് നിൽക്കാനും പറ്റുന്ന ഒരു കൂട്ടായ്മ. സാധാരണ എന്നെ വിളിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ ഇത് ഈ പ്രയർ പാർട്ടിനെ വിളിക്കണല്ലോ, അപ്പൊ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ഒരു വലിയ അനുഭവങ്ങളായിട്ട് മാറിക്കൊണ്ടിരുന്നതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് വളർന്നു വരുന്ന ആണ് ഏറ്റവും കൂടുതൽ എന്നെ കൂടുതൽ സ്പർശിച്ചത്. എന്നെ കൂടുതൽ ഇതിലേക്ക് കൂടുതൽ ശക്തമായിട്ട് ഇതിൽ പ്രവർത്തിക്കണം, അല്ലെ ഇതിൽ പങ്കാളി ആയിരിക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നത്. അതുപോലെ തന്നെ ഈ എല്ലാ ബുധനാഴ്ചത്തെയും ഞങ്ങളുടെ ഈ ബുധനാഴ്ച രാത്രി 9 മണിക്കാണ് ഞങ്ങളുടെ ഈ മീറ്റിംഗ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് പാവം ആലസ്കുട്ടി ചേച്ചി, അതുപോലെ ഒരു ടോമിച്ചായൻ, അവരൊക്കെ എല്ലാ ദിവസവും റിലീജിയസ് ആയിട്ട് കയറും. ഞാനൊക്കെ ഇവർക്ക് ഈ രാവിലെ അവിടെ കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി കയറുമ്പോൾ ഇവർ എല്ലാ ഗ്രൂപ്പുകൾക്കും വേണ്ടി കയറുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും അർപ്പണബോധത്തോടെ, വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ, എന്നാൽ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനോഭാവത്തോടെ, എന്നാൽ എന്താണ് പറയുന്നത് എന്ന് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം നിറഞ്ഞിട്ട് ആ സ്നേഹവും ആ കൂട്ടായ്മയും പങ്കുവെക്കുന്ന ഈ മിശോയുടെ ഈ പ്രവർത്തനങ്ങളും മിശോയുടെ ഈ വളരെ അനുഭവമാണ്. അതുപോലെ നമ്മളിപ്പം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ 2033 സഭയുടെ ഏറ്റവും വലിയ ജൂബിലിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവൻ സുവിശേഷത്തിന്റെ വക്താക്കളാകാനും വചനത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കാനും ഈ മിശോ ഗ്രൂപ്പ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ അനുഗ്രഹം നേരുന്നു. ആമേൻ. താങ്ക് യു ജോർജേട്ടാ. ജോർജേട്ടാ ശരിക്കും മിസ്സിയോടെ ഫുൾ കോഴ്സിന്റെ നമ്മുടെ ഈ 10 ആഴ്ച സംഭവിച്ചത് എന്താന്ന് ഒരു 2 മിനിറ്റിൽ അതിന്റെ ഷോർട്ട് ക്യാപ്സ്യൂൾ എടുത്ത് തരുമായിരുന്നു. അപ്പൊ വളരെ ഭംഗിയായിട്ട് പറഞ്ഞത് ജോർജേട്ടൻ. താങ്ക് യു ജോർജേട്ടൻ. ആത്മാർത്ഥമായിട്ട് നമ്മുടെ കഴിഞ്ഞ ഈ 10 ആഴ്ചകളിലും ഗ്രൂപ്പ് 11 ഉണ്ടായിരുന്ന ഒരാളാണ്. താങ്ക് യു ജോർജേട്ടാ. തുടർന്ന് നമുക്ക് ഇനിയും മിസ്സിയോ പ്ലാറ്റ്ഫോമിലായിരുന്നുകൊണ്ട് ഇനിയും കാണാം. താങ്ക് യു. അടുത്തത് നമുക്ക് മെസ്സേജിനായിട്ട് ഫാദർ മാർട്ടിൻ വിളക്കുന്നിൽ. ഫാദർ മാർട്ടിൻ അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി മിസ് സീന ക്ലീറ്റസ്. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ മിസ്സിയോ പ്രിലിംസ് 14th ബാച്ച് ദൈവകൃപയാൽ ഭംഗിയായി നടത്താൻ സഹായിച്ച ത്രിയേക ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ബാച്ചിന്റെ വിജയത്തിന്റെ പിന്നില് ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരെടുത്ത് പറയുവാനായിട്ട്
നമുക്ക് സമയത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ ചില വ്യക്തിത്വങ്ങളെ മാത്രം ഓർത്ത് നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ രക്ഷാധികാരിയായ അഭിവന്ദ്യ ജോയ് ആലപ്പാട്ട് പിതാവിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഒത്തിരി ഉത്തരവാദിത്വങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുന്ന എല്ലാ സമയങ്ങളിലും നമ്മുടെ ഒപ്പം ആയിരിക്കുകയും വേണ്ടത്ര നിർദ്ദേശങ്ങളും ആശീർവാദങ്ങളും നൽകിയ പിതാവിനെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അടുത്തതായി നമ്മുടെ ആനിമേറ്റർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പ്രിലിംസിന്റെ ഓരോ ബാച്ചിലും അതുപോലെ തന്നെ ഫിസിക്കൽ കോഴ്സുകളിലും അനുദിനം നമുക്ക് വേണ്ടത്ര ആത്മീയ നിർദ്ദേശങ്ങൾ നൽകി നമ്മെ പരിപോഷിപ്പിക്കുന്ന അച്ഛനെ മിസ്സിയുടെ പേരിൽ നന്ദി പറയുന്നു. ഈ 10 ആഴ്ചക്കാലം ഫൈനൽ ബ്ലെസ്സിങ്ങിനായിട്ട് കടന്നു വന്ന ബഹുമാനപ്പെട്ട വൈദികരെ ഓർക്കുകയാണ്. എല്ലാ വൈദികരുടെയും അസാന്നിധ്യത്തില് അവർക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട പ്രിയങ്കരിയായ ആലീസ് അമ്മച്ചിയെ മറക്കാൻ സാധിക്കുകയില്ല. ഓരോ സെഷൻ കഴിയുമ്പോഴും അതിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ വൈൻഡപ്പ് സെഷൻ നടത്തുകയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും കുറവുകളെല്ലാം നിറവുകളാക്കാൻ നമ്മെ സഹായിക്കുകയും എന്നും നല്ലൊരു പുഞ്ചിരി മുഖത്ത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ആലീസ് അമ്മച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ബാച്ചില് മെയിൻ കോർഡിനേഷൻ നടത്തിയത് ശ്രീ തോമസ് വൈമേലി, ശ്രീ ക്ലീറ്റസ് പോൾ ആൻഡ് സീന ക്ലീറ്റസ് എന്നിവരായിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബാച്ചിന്റെ മൊബിലൈസേഷൻ ഏറെ സങ്കീർണതയുള്ള വിഷമം പിടിച്ച ജോലിയായിരുന്നു. വളരെയധികം ക്ഷമയോടെ ആത്മാർത്ഥതയോടെ ആ ഒരു ഉദ്യമം ഏറ്റെടുത്ത് നടത്തിയത് മിസ്റ്റർ ക്ലീറ്റസ് പോൾ ആയിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി ഒരു നമ്മുടെ ഈ ബാച്ചിന്റെ വിജയത്തിനായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കോർഡിനേഷനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് ആദ്യമായി ബിഗിനിങ് പ്രയർ ആൻഡ് ബൈബിൾ റീഡിംഗ് ജപമാല എന്നിവ മിനി ദേവസ്യ ആൻഡ് ടീമായിരുന്നു ചെയ്തിരുന്നത്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അതുപോലെ വേർഡ് ഓഫ് ദി ഡേ കോർഡിനേഷൻ നടത്തിയത് ശ്രീമതി CA റോസി ആന്റിയുടെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ വേർഡ് ഓഫ് ദി ഡേ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ആന്റിയെയും ടീമിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നമ്മുടെ ഈ ബാച്ചിൽ MC കോർഡിനേഷനും ടെസ്റ്റിമണി കോർഡിനേഷനും ചെയ്തത് മിനി ജോഷി ആൻഡ് ടീമായിരുന്നു. നല്ല വ്യക്തിത്വങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് MC ചെയ്യുവാനും ടെസ്റ്റിമണി ചെയ്യുവാനും അവർ നടത്തിയ എല്ലാ ഉദ്യമങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ മെന്റേഴ്സ് കോർഡിനേഷൻ ഒത്തിരി നല്ല രീതിയിൽ നടത്തിയ ശ്രീമതി വത്സമ്മ ജോസഫ് ചേച്ചി ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഒത്തിരിയേറെ നന്ദി പറയുന്നു. സബ് ഗ്രൂപ്പ് കോർഡിനേഷൻ ചെയ്തത് ഡോക്ടർ കാർമലി ആൻഡ് ടീമാണ്. അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അതിന്റെ പരിപൂർണതയിൽ നിർവഹിക്കാൻ അവർക്ക് സാധിച്ചു. എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്ത് നന്ദി പറയുകയാണ്. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ പ്രോഗ്രാം ടീമിൽ ഉള്ള എല്ലാവരെയും എല്ലാ മെന്റേഴ്സിനെയും അവരുടെ എല്ലാ ഉദ്യമങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഏറെ പ്രത്യേകമായി ഈ കൺക്ലൂഡിംഗ് സെഷനില് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം നമ്മുടെ ഈ സൂം കൺട്രോൾ ചെയ്തിരുന്ന നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട ടോമിച്ചി ചേട്ടനെ ഈ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ടോമിച്ചേട്ടന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇനിയും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ടും ഇനിയും ഈ ഒരു മിസ്സിയോയ്ക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുവാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് താങ്ക് യു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സീന ക്ലീറ്റസ്. അടുത്തത് നമുക്ക് നമ്മൾ നേരത്തെ ആരോ ഷെയർ ചെയ്ത പോലെ
കൊതിപ്പിക്കുന്ന തീക്ഷ്ണതയോടെ നമ്മുടെ കൂട്ടായ്മയില് ജോഫി, ചേട്ടാ. ഓക്കെ, ഒരു മിനിറ്റ് ജോഫി. നമുക്ക് വിളകുന്നലച്ഛൻ, നമ്മുടെ മാർട്ടിനച്ഛൻ കയറിയിട്ടുണ്ട്. അച്ഛനിപ്പം ഓക്കെ. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. അച്ഛൻ സംസാരിക്കും. അത് കഴിഞ്ഞാണ് ഏലോത്തങ്കിലച്ഛനും കയറിയിട്ടുണ്ട്. എന്നെ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ. ഞാൻ അവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു ബാച്ചില് വന്ന് കൂടാൻ ദൈവം അനുഗ്രഹം തന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് പലതവണ ഞാൻ ആവർത്തിച്ച് പറയുകയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വചന പ്രഘോഷണത്തിന്റെ മേഖലയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഞാൻ നിന്നിരുന്നേ. പക്ഷെ ഇപ്പോഴുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ബോംബെയിലുള്ള ഒരു മിഷനിലാണ്. അനാഥരെ എടുത്ത് നോക്കുന്ന ഒരു സെന്ററാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. സമയം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോ ഒരു ചെറിയൊരു കാര്യം മനസ്സിൽ വന്ന് പറഞ്ഞ് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈശോയുടെ സ്വാതന്ത്ര്യം നൽകുന്ന സുവിശേഷം ഭാരതത്തിൽ വന്നിട്ടിപ്പോ 2000 വർഷമായി, അത് സംശയമില്ല. പക്ഷെ 2000 വർഷമായിട്ടും നമ്മൾക്ക് ഈ പറയുന്ന ഈശോ സുവിശേഷമാണെങ്കിൽ, സ്വാതന്ത്ര്യമാണെങ്കിൽ, വഴിയും സത്യവും ജീവനുമാണെങ്കിൽ, സമാധാനമാണെങ്കിൽ, നമുക്ക് എവിടെയൊക്കെയോ ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ട രീതികൾ, ഈ സത്യത്തെ ലോകത്തിലേക്ക് അറിയിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ അറിയിച്ചു കൊടുക്കേണ്ട രീതികളിൽ എന്തോ കുഴപ്പം വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 2.5% അങ്ങനെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2.5% അങ്ങനെയുള്ളത് കുറയുമല്ലാതെ കൂടുന്ന ഒരു കാര്യമില്ല. പക്ഷെ ഇത് സത്യം, വഴി സത്യം ജീവനുമായ സുവിശേഷമാവില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ ഒരു സുവിശേഷം എന്താണെന്ന് പഠിക്കുക, ആ സുവിശേഷമായിട്ട് തന്നെ അവതരിപ്പിക്കുക. അതിൻ്റെ അകത്ത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയ കാര്യം, നമ്മുടെ സഭയിലും കേരള സഭയിലും എല്ലാ സഭയിലുമുള്ള വളർന്ന് പന്തലിക്കുന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ അറിയിക്കുന്നില്ല. അതിന്റെ മീൻസ് ആണ്. നമ്മൾ പല മീൻസുകൾ കണ്ടെത്തി, സ്കൂളുകള്, ഹോസ്പിറ്റലുകള്, അങ്ങനെ മീൻസുകൾ കണ്ടെത്തി അതിൽ തന്നെ തീരുന്ന ഒരു കാര്യത്തിലേക്ക് സഭ മാറി. കൗദാശിക സാന്നിധ്യമായി ഈശോയുടെ സുവിശേഷത്തിന്റെ ഒരു പൂർത്തീകരണം ഇന്ന് തിരുസഭയിലുള്ളത് കൗദാശിക സാന്നിധ്യത്തിലാണ്. അപ്പൊ ആ ഒരു സാന്നിധ്യത്തെ മറച്ചു കൊണ്ടിരുന്നു. ഇപ്പൊ അടുത്ത കാലങ്ങളിൽ വീണ്ടും ഈശോ ഞാൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യുന്നു, മരിക്കുന്നു, ഉയർക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഇത് സ്വീകരിക്കുക, ഈ സുവിശേഷത്തെ അറിയുക എന്ന് പറയുന്ന. അപ്പൊ ഈ അടുത്ത കാലത്ത് ഈശോയ്ക്ക് ഒത്തിരി വേദനിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഈശോ വീണ്ടും ഒരു കുട്ടിക്ക്, നമുക്കറിയാം 2 പ്രാവശ്യം ഈ അടുത്ത കാലങ്ങളിൽ നാവില് ഇത് ഞാൻ തന്നെയാണെന്ന് ശരീരരക്തമായിക്കൊണ്ട് കാണാനിട വന്നു. അപ്പൊ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ വരുമ്പം തുടക്കത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നു. ഇപ്പം ഞാൻ ബോംബെ അനാഥാശ്രമത്തില് 160-170 വഴിയരി കിടക്കുന്ന കൈയില്ല, കാലില്ല, പുഴു പിടിച്ച് ഇങ്ങനെയുള്ളവരെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മരണത്തിന് ഒരുക്കുവാണ്. അങ്ങനെയുള്ളവരുടെ അച്ഛന്മാരെ സഹായിക്കുന്നു. മെയിൻ അച്ഛന്മാർ വേറെ ഉണ്ട്. അപ്പൊ അത് ഈ അപ്പം കൊടുക്കലിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു, ജോലി കൊടുക്കുന്നു, നേഴ്സിംഗ് പണി ചെയ്യുന്നു, ഹോസ്പിറ്റൽ നടത്തുന്നു. അപ്പൊ നമ്മുടെ സുവിശേഷം എല്ലാം സുവിശേഷമായിട്ട് നിൽക്കുന്നില്ല, ഒരു സാധാ വിശേഷമായിട്ട് ലോകത്ത് തന്നെ തീരുന്ന രീതിക്ക് നിൽക്കുകയാണ്. അപ്പൊ ഈ അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നിടത്ത് നിന്നേക്കും. 6-ാം അധ്യായത്തില് പിന്നെ ഈശോ ഞാൻ തന്നെ ദൈവമാണെന്ന് കാണിക്കാൻ വേണ്ടി വെള്ളത്തിന് മീതെ നടക്കുന്നുണ്ട്. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോ ഞാനാണ് വഴിയും സത്യവും ജീവനും, അല്ലെങ്കിൽ ഞാനാണ് ജീവന്റെ അപ്പം. അത് 6:51 ഒരു വചനം ഞാൻ നോക്കിയെന്ന് വായിക്കുവാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ സുവിശേഷം. ഈ പറഞ്ഞ നമ്മള് പിതാവ് നമ്മളെ അതിരില്ലാതെ സ്നേഹിക്കുന്നു, ആ സ്നേഹം നമ്മൾ അനുഭവിക്കണം, പങ്കിടണം. ആ സ്റ്റെപ്പ് വന്ന് പരിശുദ്ധാത്മാ ഈ സുവിശേഷത്തെ പ്രഘോഷണം ഞാൻ ഇപ്പോഴും വിലയിരുത്തുന്നത് 2000 വർഷമായിട്ട് ഒരു 100-300 വർഷം വരെയൊക്കെ കുറെ അപ്പസ്തോലന്മാർ അങ്ങനെയൊക്കെ കുറെ നടന്നു കാണാം. അതിനുശേഷം പിന്നെ സ്ട്രക്ചറിലേക്ക് കയറി സുവിശേഷ പ്രഘോഷണം ഇല്ല. കാരണം ഈസി വേ നമുക്ക് മറ്റു മീൻസ് കാണിച്ച് ഇത് ഈശോയുടെ പ്രവർത്തനമാണ്, പുണ്യപ്രവൃത്തി, ഈ അപ്പം കൊടുക്കൽ പ്രവർത്തനം നിൽക്കുവാണ്.
അപ്പൊ ഈ ഒരു കോഴ്സിന്റെ മിസ്സിയോ ഭവൻ നടത്തുന്ന അല്ലെങ്കിൽ ഈ മിഷൻ നടത്തുന്ന ഒരു കോഴ്സിന്റെ പ്രശസ്തി അവിടെയാണ്. ഈശോയായിട്ട് പ്രഘോഷിക്കണം. അതിന് ചിലപ്പം നമ്മളെ കൊന്നൊന്ന് വരും, ഇത് വരും, എല്ലാം പ്രശ്നങ്ങൾ വരും. അപ്പം ഇപ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന മിഷൻ ഉൾപ്പെടെ ഫോഴ്സ് ചെയ്യപ്പെടുന്ന മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പം കൊടുത്തുകൊണ്ട് തൃപ്തിപ്പെടുക. അപ്പം നിത്യതയെ കുറിച്ച് ഒരു കാര്യം അവിടെ വരുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യമാണ് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. ഈ അപ്പം കൊടുക്കൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന സഭയെ എന്ന് പറഞ്ഞാൽ സാധാരണ പുണ്യപ്രവൃത്തികൾ നിൽക്കുന്ന സഭയെ കൗദാശിക സാന്നിധ്യമുള്ള ഈശോയിലേക്ക് അടുപ്പിച്ച് ഇത് ഭക്ഷിക്കണം, ഇത് നീ പാപമോചനം യാചിക്കണം, കൗദാശിക മിശ്രി സാന്നിധ്യം, ആ ഒരു കാര്യത്തിലേക്ക് വരാൻ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞ ഈ കോഴ്സിലുള്ള ഈ എന്താണ് സുവിശേഷം എന്ന സമ്മറി ഉണ്ടെങ്കിൽ ഞാൻ കേട്ടു. അവർക്കൊക്കെ ആ പരിശുദ്ധാത്മാവ് എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞപ്പോഴത്തേന് ഈ കോഴ്സിലൂടെ പെട്ടെന്ന് ജ്വലനം കിട്ടി, ആനന്ദം കിട്ടി. ഈ സുവിശേഷമാണ് 2000 വർഷം ഇവിടെ ഉണ്ടായിട്ട് പോലും 2.5% കുറയുള്ളൂ. ഇപ്പൊ ഞാൻ മധ്യപ്രദേശിലൂടെ അവിടുത്തെ ഒരു 2.5 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ റോട്ടിൽ പശുക്കളും കാര്യങ്ങളും കിടക്കുമ്പം ശരിക്കും 1 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. ഈ 2.5 മണിക്കൂർ വേണം. പശുക്കളൊന്നും മാറുമില്ല, ആരും തൊടുകയില്ല. മാതാവാ അവരുടെ ദൈവം. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സുവിശേഷത്തെ ഇതുവരെ അവതരിപ്പിച്ചില്ല. നമ്മൾ കുറച്ച് പുണ്യപ്രവൃത്തികളും കാര്യങ്ങളും നടത്തിയിട്ട് അതിന്റെ പുറകിൽ ഈശോ ഉണ്ടെന്ന് അവരെ ധരിച്ചോളൂ എന്നൊരു അതിൽ ഓഫ് കോഴ്സ് അതിനകത്തോട് തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ പഠിപ്പിക്കുന്ന പോലെയുള്ള യഥാർത്ഥ സുവിശേഷത്തിന്റെ അവതരണം പതുക്കെ അന്യം നിന്ന് പോകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഈശോയുടെ കത്തോലിക്ക സഭയിലുള്ള രക്ഷയുടെ പൂർണ്ണതയായ കൗദാശിക സാന്നിധ്യത്തെയും അവഹേളിച്ചു തുടങ്ങുന്നുണ്ട്. അത് നമ്മുടെ സഭയ്ക്ക് വെളിയിലുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത്, സഭയ്ക്ക് ഉള്ളിലുള്ളവർ തന്നെ ഇതൊരു കൺസെപ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ പതുക്കെ മാറുന്നതാണ്. അതുകൊണ്ട് ഈശോയ്ക്ക് വേദനിക്കുന്നുണ്ട്. പരിഹാരത്തിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പരിഹാരം ഇന്ന് നമുക്ക് ലഭിക്കുമ്പോഴും അവൻ അതേ ആ പാപം പുതിയതാണ്. അതുകൊണ്ട് രക്തം. അതുകൊണ്ടാണ് ഈയിടെ അടുത്ത കാലത്ത് നമുക്ക് നല്ലൊരു ഈശോ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഇത് എന്റെ ശരീരമാണ്, എന്റെ രക്തമാണ്. ആയി കണ്ടു നമ്മൾ ഈയിടെ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലിയിൽ കൂടുതലാണല്ലോ അത് നടന്നത്. അപ്പൊ നമ്മള് വേറൊരു നെഗറ്റീവില് അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് ഇത് നടത്തുന്നവരുടെ ആലീസ് ടീച്ചർ, നിങ്ങൾ ഓരോരുത്തരും, ടോമിച്ച സാറ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് കുദാശയിലേക്ക് വരുമ്പോഴത്തേന് പൂർണ്ണമായി. അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു നമുക്ക് ലോകം മുഴുവൻ നേടിയാൽ ആത്മാവിനെ നഷ്ടപ്പെട്ട എന്ത് ഫലം. അപ്പൊ സുവിശേഷം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും പ്രഘോഷിക്കാത്തതിന് കാരണം നമ്മൾ ആരും അനുഭവിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു ചെറിയൊരു മെസ്സേജിലൂടെ അതായത് ഈ കാലത്തിന്റെ ഒരു ആവശ്യമായിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും പരിശുദ്ധമായി തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഈശോയുടെ കൗദാശിക സാന്നിധ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നത് കുറഞ്ഞു വരുവാണ്. അത് വിശ്വാസത്തിന്റെ ഒരു തന്ത്രപ്പാടാണ്. അത് കുമ്പസാരം, കുറവ്, മറ്റു കുദാശകള്, അതിൽ ഏറ്റവും വലിയ സാന്നിധ്യമായ വിശുദ്ധ കുർബാന. അപ്പൊ അത് ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഡയറക്റ്റുള്ള കാര്യം നടക്കാത്ത കൊണ്ടാണ് നമ്മൾ മീൻസിലൂടെ നിർത്തുവാണ്. മീൻസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മറ്റുള്ള പുണ്യപ്രവൃത്തികളുടെ മേഖല. അത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഈശോയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ചെയ്യുന്നതെങ്കിലും സുവിശേഷ പ്രഘോഷണം എന്ന കാര്യത്തിന് അതൊരു പിശാച് ഒരു ചെറിയ തടയായിട്ട് കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സുവിശേഷ പ്രഘോഷണം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മേഖല ഇപ്പൊ എനിക്ക് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. ഹിന്ദിയൊക്കെ എനിക്ക് അറിയത്തില്ല. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് എപ്പോഴും തീർച്ചയായിട്ടും സുവിശേഷ പ്രഘോഷണവും കൗദാശിക സാന്നിധ്യം റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെയാണ് ഡയറക്റ്റ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മുന്നിൽ ആഗ്രഹമായിട്ട് കാണുന്നത്. നിങ്ങളും പ്രാർത്ഥിക്കണം, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എനിക്കൊന്ന് അവസാനം ബ്ലെസ്സിങ് തരാൻ വേറൊരു അച്ഛനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഞാൻ ബ്ലെസ്സിങ് അച്ഛൻ തരും. നമുക്ക് ഈശോയുടെ ആ സാന്നിധ്യം പൂർണ്ണമായിട്ട് അനുഭവിച്ച് ഈ ഭൂമിയിൽ തന്നെ നല്ല സുവിശേഷത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നതിനും ആ ആനന്ദത്തിൽ പൂർണ്ണത അത് മറ്റുള്ളവരും ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നതിന് തൊട്ട് മുമ്പ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഒരുമിച്ചുള്ള ആനന്ദത്തിലുള്ള ജീവിതം അത് കഴിഞ്ഞ് പ്രഘോഷിക്കുന്നതിന് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു മാർട്ടിൻ അച്ഛൻ. അച്ഛൻ പറയായിരുന്നു മുൻകാലത്തേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക ആവശ്യമാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ എന്താ പറയണ അതിന്റെ ഒരു എക്സാക്ട് സ്റ്റേജിലാണ് നമ്മളിപ്പോ എല്ലാവരും ആയിരിക്കുന്നത്. നമ്മൾ അതിന്റെ എല്ലാം ഇങ്ങനെ പന്തം കൊളുത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനി മുന്നോട്ട് പോകാം. ഈ എടുത്തു വെച്ച സ്റ്റെപ്പ് ഈ തീഷ്ണതയോടെ നമുക്ക് എല്ലാവർക്കും അച്ഛന്റെ വാക്കുകളെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അച്ഛന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കണം. എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. താങ്ക് യു അച്ഛ. അടുത്തത് നമുക്ക് ഫാദർ ഫ്രാൻസിസ് എൽവത്തെങ്കിൽ മെസ്സേജിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ ഡ്രൈവിംഗിലായതുകൊണ്ടാണ്
ഞാൻ വണ്ടി കയറിയായിരുന്നു, അതുകൊണ്ട്. അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ നന്മകൾ, ആശംസകൾ ഞാൻ നേരുകയാണ്. എനിക്ക് 2 ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറയാനായിട്ട് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, കർത്താവ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൽപ്പനകൾ തന്നിരുന്നു. ആദ്യത്തെ കൽപ്പനയായിട്ട് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കുക. രണ്ടാമത്തായിട്ട് പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പിന്നെ പുതിയ കൽപ്പന എന്നുള്ള രീതിയിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വഴി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വഴി മറ്റുള്ളവര് എന്റെ ശിഷ്യന്മാരാണ് നിങ്ങളെന്ന് അറിയും എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ സമരിയാക്കാരന്റെ ആ ഉപമയിലൂടെ പറഞ്ഞു, നീയും അതുപോലെ പോയി ചെയ്യുക. പിന്നെ മുന്നോട്ട് പോകുമ്പം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവൻ. ഇങ്ങനെ പല കൽപ്പനകളെ എന്ന ദൗത്യം ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് നമ്മൾ കാണുകയാണ്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുന്ന ദൗത്യം ചെയ്തില്ലെങ്കിൽ മറ്റ് ഒരു സന്ദേശത്തിനും അർത്ഥമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കോറായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മിഷൻ ആണ് ലോകമെങ്ങും പോവുക, സുവിശേഷം പ്രഘോഷിക്കുക. കർത്താവ് ഭൂമിയിൽ വന്നത്, ജീവിച്ചത്, മരിച്ചത്, ഉത്ഥാനം ചെയ്തത്, അതുപോലെ തന്നെ ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നത്, അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെ നമ്മൾ പറയുകയാണ്, ഈ ഒരു സന്ദേശം ലോകത്തിലെല്ലാവർക്കും നമ്മൾ കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത. അത് ഏറ്റവും മനോഹരമായിട്ട് നടപ്പിലാക്കുവാൻ ഈ കോഴ്സ് കൂടിയ എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മൾ കണ്ടുമുട്ടുന്നവരോട് വിസ്പർ ദ ഗോസ്പൽ ടു പേഴ്സൺ, അതായത് ഓരോരുത്തരുടെ ചെവിയില് യേശുവിന്റെ സുവിശേഷം മന്ത്രിക്കുക, പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുക, ഉറക്കെ സുവിശേഷം പറയുക, പിന്നെ സുവിശേഷം ജീവിക്കുക, സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സുവിശേഷത്തിന് വേണ്ടി മിനിസ്ട്രികൾ ചെയ്യുക, സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ സുവിശേഷത്തിന് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുക. ഇതൊക്കെ ഈ മിനിസ്ട്രിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ്. നമുക്ക് അങ്ങനെ ജീവിച്ചുകൊണ്ട് നല്ല ക്രിസ്ത്യാനികളായി, കർത്താവ് ആഗ്രഹിച്ച സുവിശേഷം പ്രഘോഷിക്കുന്ന ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാം എന്ന് ഏറ്റവും ഹൃദ്യമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തില് ഈ കോഴ്സ് സംഘടിപ്പിച്ചവരെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. തമ്പുരാൻ അവരൊക്കെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പങ്കെടുത്തവര് നാളെ മുതൽ, ഇന്നിപ്പോ രാത്രി 9 ആയതുകൊണ്ട് ഞാൻ പറയണില്ല, പക്ഷെ നാളെ മുതൽ സുവിശേഷ പ്രഘോഷകരായി മാറണം. ഓരോരുത്തരും ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പ്രഘോഷിക്കണം. നമ്മുടെ സഭയിൽ ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റി 2.5% ഉള്ളൂ എന്ന് പറഞ്ഞാല് 2033 കർത്താവിന്റെ മരണത്തിന്റെ 2000 വർഷമാകുമ്പോൾ നമ്മൾ ഒരാളോടെങ്കിലും, ഓരോ ക്രിസ്ത്യാനിയും സുവിശേഷം പ്രഘോഷിച്ചിരിക്കണം. അവരെ മാനസാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാം. അങ്ങനെ ഏറ്റവും നല്ല അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം, സുവിശേഷകന്റെ ജീവിതം തമ്പുരാൻ നമുക്ക് നൽകട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളോടുകൂടെ, നിങ്ങളുടെ സ്വപ്നങ്ങളോടുകൂടെ, നിങ്ങളുടെ തീരുമാനങ്ങളോടുകൂടെ, സുവിശേഷം പ്രഘോഷിക്കാനുള്ള വലിയ വലിയ മോഹങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ എന്നെ വിളിച്ചതിലും കേട്ടതിലൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. അച്ഛന്റെ വളരെ തിരക്കുള്ള ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി മെസ്സേജ് തരാനായിട്ട് വരാൻ മനസ്സ് കാണിച്ചതിന് അച്ഛൻ നന്ദി പറയുന്നു. അച്ഛൻ ഒരു കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് പ്രഘോഷണമാണെന്ന്. നമ്മൾ പിന്നെയും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഇത് തറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതികൂടി താങ്ക് യു അച്ഛാ. അടുത്തത് നമുക്ക് ആലുചുട്ടി ചേച്ചിനെ വിളിക്കാം. താങ്ക് യു അച്ഛാ. ആലുചുട്ടി ചേച്ചി പറയുകയായിരുന്നു, നമ്മള് കൊതിപ്പിക്കുന്ന തീക്ഷ്ണത എന്ന് നമ്മുടെ ആരോ പങ്കുവെച്ചപ്പോൾ നേരത്തെ പറയുമായിരുന്നു. ആലിസ് ചേച്ചി നമുക്ക് വിളിക്കാം, ഒരിക്കൽ കൂടി കേൾക്കാം. എല്ലാ ആഴ്ചയും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ആലിസ് ചേച്ചിയുടെ വൈൻഡ് അപ്പ് സെഷൻ ഒക്കെ. ഇന്ന് നമുക്ക് കേൾക്കാം എന്താണ് ആലിസ് ചേച്ചിക്ക് പറയാനുള്ളതെന്ന്. ശരിയായിരിക്കട്ടെ. ഒത്തിരി സന്തോഷം. എല്ലാരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നൊക്കെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും എല്ലാരും ഇത് യൂട്യൂബിൽ കേൾക്കുന്നവരുടെ ഒക്കെ വിചാരം കോഴ്സ് അങ്ങ് തീർന്നു, കൺക്ലൂഡിങ് സെഷൻ ആണെന്നാണെന്നാ എന്റെ വിചാരം. പക്ഷെ ഈ കോഴ്സിന്റെ പേര് മിസിയോ പ്രിലിമിനറി കോഴ്സ് എന്നാണ് പേര്. ശരിക്കുള്ള കോഴ്സിന്
ഒരു പ്രിപ്പറേഷൻ, അതായത് ശരിക്കുള്ള കോഴ്സ് കൂടാൻ വേണ്ടി ആൾക്കാരെ ഒരുക്കുന്നതാണ് ഈ ഒരു 10 ആഴ്ച കൊണ്ട് നടക്കുന്ന പ്രിലിമിനറി കോഴ്സ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇവിടെ ഇപ്പൊ റെസിഡൻഷ്യൽ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസിയോ ഭവനില് എല്ലാ മാസവും ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആരെവിടെ വിളിച്ചാലും വന്ന് കോഴ്സ് കൊടുക്കും. നമ്മുടെ ലക്ഷ്യം പ്രിപ്പയറിംഗ് റിസോഴ്സ് പീപ്പിൾ ടു ട്രെയിനേഴ്സ് ഓഫ് ഇവാഞ്ചലൈസേഴ്സ് ഫോർ വേൾഡ് ഇവാഞ്ചലൈസേഷൻ. എല്ലാത്തിലും പറഞ്ഞില്ലേ ഇപ്പോഴ്, അതായത് ന്യൂ കമാൻഡ്മെന്റും ഗ്രേറ്റ് കമ്മീഷനും ഇതൊക്കെ നടക്കണമെങ്കിൽ ശരിക്കും നമുക്ക് ധാരാളം റിസോഴ്സ് പീപ്പിൾ ഉണ്ടാകണം. അതിന്റെ ആ കോഴ്സുകൾ കൂടാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഈ ഒരു 10 ആഴ്ചത്തെ എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതിനിടയ്ക്ക് നമ്മുടെ സീന നന്ദി പറഞ്ഞപ്പോഴ് നമ്മുടെ സൂമിനെ സ്പോൺസർ ചെയ്യുന്ന നവീൻ ജോസ് ആൻഡ് ട്രീസ, അവരിപ്പോ ന്യൂസിലാൻഡിലാണ്, അവരാണ് നമ്മുടെ ഈ സൂം റെഗുലർ ആയിട്ട് ഇപ്പോൾ സ്പോൺസർ ചെയ്തത്. മുമ്പൊരു ടോണി ആയിരുന്നു ദുബായിൽ നിന്ന്. അവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് രാത്രി 3 മണി 1 മണി അങ്ങോട്ടൊക്കെ ആയി സമയം. അവർ കേറിയിട്ടുണ്ടാവില്ല, എന്നാലും നമ്മൾ നന്ദിയോടെ ഓർക്കണമല്ലോ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിഡൻഷ്യൽ കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ കരുതുന്നു. 2 ആഴ്ച കൊണ്ട് ഞാൻ കൂടിയ കോഴ്സിനെയാണ് 10 ആഴ്ചക്കകത്ത് ചുരുക്കി വെച്ചിട്ട് ഇന്നിപ്പോൾ 6 ദിവസത്തേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. ഇത്ര ടൈറ്റ് ആയിട്ടാണ് ഓടുന്നത്. നിങ്ങൾ എല്ലാവരും ഒരു റെസിഡൻഷ്യൽ കോഴ്സ് കൂടണം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും റിസോഴ്സ് പീപ്പിളിനെ പ്രിപ്പയർ ചെയ്യുന്ന റിസോഴ്സ് പീപ്പിൾ ആകണം കേട്ടോ. അപ്പം ഒത്തിരി മുമ്പിൽ കിടപ്പുണ്ട്. ഏതാണ്ട് കോഴ്സ് അങ്ങ് തീർന്നു പോയത് ടു ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാല് ജോൺ പോൾ II മാർപ്പാപ്പ ഏഷ്യയിലെ സഭയില് നമ്പർ 23 പറയുന്ന ഒരു വാചകമുണ്ട്, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാനാവുള്ളൂ. അപ്പം മാമോദിസ മുങ്ങി കാർഡിനൽസ് ഒക്കെ പറഞ്ഞല്ലോ, എല്ലാരും സാക്രമെന്റലൈസ്ഡാ, മാമോദിസ മുങ്ങിയവരാ, പക്ഷെ ഇവാഞ്ചലൈസ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഇവാഞ്ചലൈസ്ഡ് ആകണമെങ്കിൽ ഈ പ്രാരംഭ പ്രഘോഷണം നമ്മൾ കേട്ട്, അപ്പൊ ഇവാഞ്ചലൈസ്ഡ് ആക്കാനുള്ള ശ്രമമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവാഞ്ചലൈസേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നവരാകണമെങ്കിൽ ഒത്തിരി ദൂരം, പണ്ട് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അത് ഓർത്തുകൊണ്ട് വേണം. ഏതാണ്ട് എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് പോകാനായിട്ടില്ല. ശരിക്കും ഇനി മുമ്പോട്ടാണ് ബാക്കി മുഴുവൻ കിടക്കുന്നത്. നിങ്ങളെ ആർക്കെങ്കിലും വിദേശത്തുള്ളവരോ ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് 6 ദിവസം കൂടാൻ പറ്റുന്ന ഡേറ്റ്സ് നേരത്തെ അറിയിച്ചാൽ, ടോംസിനെ അറിയിച്ചാൽ മതി. ആ ഡേറ്റ്സ് വെച്ച് ഞങ്ങൾ ഇവിടെ കോഴ്സ് അറേഞ്ച് ചെയ്യും. അത്ര മിടുക്കരാ ഞങ്ങള്. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യമാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങൾ അതിന് പോയി ചെയ്യും. നിങ്ങളെ എല്ലാരെയും ഇതുപോലെ റിസോഴ്സ് പീപ്പിളിനെ ട്രെയിൻ ചെയ്യുന്ന റിസോഴ്സ് പീപ്പിൾ ആക്കി അങ്ങോട്ട് വിട്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് സെബയോൻ പണ്ട് പറഞ്ഞതുപോലെ നുങ്കിമിത്തിസ് പറഞ്ഞില്ലേ, രക്ഷ കണ്ടു. ഇനി ഞാൻ എന്നെ പറഞ്ഞു വിട്ടാക്കാൻ പറയാനുള്ള എളുപ്പം ഉണ്ടാകും. ഇനി ഞാൻ എല്ലാം പറഞ്ഞ സമയം ഒത്തിരി അതിക്രമിച്ചത് കൊണ്ട് പിന്നെ ആന്റണി അച്ഛനാണെങ്കിൽ നമ്മളെ ആശീർവദിക്കാൻ പല ആശീർവാദം നമുക്ക് കിട്ടിപ്പോയിട്ടുണ്ട്. എന്നാലും ആന്റണി അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നേ, ഇങ്ങനെ ഒരു കത്തുന്ന അച്ഛൻ ജോമിച്ച കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട്. സൂപ്പർ. അച്ഛന്റെ ഇടവകയില് ഇപ്പൊ നടക്കും പ്രോഗ്രാം. അച്ഛൻ അങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കേൾക്കാനായിട്ട് ഞങ്ങൾ ഇതാ വെയിറ്റ് ചെയ്യുന്ന അച്ഛാ. സ്തുതിയായിരിക്കട്ടെ. എല്ലാരും റിസോഴ്സ് പീപ്പിൾ ആകാൻ തയ്യാറാകാം. ആമേൻ. താങ്ക് യു ആലിസിറ്റി ചേച്ചി. ഈ നമ്മുടെ മിസ്സിയോ കോഴ്സിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആലിസിറ്റി ചേച്ചി നേതൃത്വത്തിൽ നിൽക്കുന്നതിനെ കാണുമ്പോൾ സന്തോഷമുണ്ട്. നമുക്ക് ഈ തീഷ്ണതയൊക്കെ നമ്മളിലേക്ക് ഒന്ന് കത്തിപ്പടരാൻ എന്ന് പറയണേ. ചേച്ചി പറഞ്ഞ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ പന്തത്തിൽ നമുക്കും ഏറ്റെടുക്കാം ഈ ജ്വലനം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആലിസിറ്റി ചേച്ചി. അടുത്തതായിട്ട് നമുക്ക് ഫാദർ ആന്റണിയെ കേൾക്കാം. ഫൈനൽ മെസ്സേജിന് വേണ്ടി ഫാദർ ആന്റണി. ഓക്കെ ഇപ്പൊ കേൾക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, യു ആർ ഗെറ്റിംഗ് മീ? ഓക്കെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള മിസ്സിയോ ടീം, ആലിസ് കുട്ടി ടീച്ചറെ, പ്രിയമുള്ള ടോമിച്ച, ബാക്കി ഒത്തിരി പേരുടെ പേര് എനിക്ക് അറിയത്തില്ല. എന്താണേലും ഞാനൊരു പുതുമുഖമാണ് ഇക്കാര്യത്തിൽ. ഞാൻ ഇങ്ങനെ ഇച്ചിരി നേരെ ആയല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്. പക്ഷെ ഞാൻ ഇന്നലെ ഞാൻ ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നതും ഒരു വൈദികനായിട്ട് 31 വർഷമായിട്ട്
അൽമായരുടെ ഒരു ഗ്രൂപ്പ് കാണിക്കുന്ന ഈ ഈ ഒരു ആവേശം എന്നെ വല്ലാതെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാലോ, നമ്മുടെ അതിരൂപതയുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാര് അനുഭവിക്കുന്ന വേദന ഒരു വശത്ത് നിൽക്കെ, ഞാൻ ആ സ്ഥാപനം സന്ദർശിച്ചൊരു കുർബാന മാത്രമേ ചൊല്ലിയുള്ളൂ. ഒരു 3-4 പേരുടെ ഷെയറിങ് കേട്ടേ ഉള്ളൂ. ഇന്നത്തെ ഷെയറിങ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, അച്ഛന്മാരുടെ മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ രക്ഷ നമ്മുടെ കൈകളിലൂടെയാണ്. അതിന് ഈ ഇവാഞ്ചലൈസേഴ്സ് ആവാനായിട്ടുള്ള ഒരു വലിയ ഒരു ദൗത്യം ലോകത്തുള്ള എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മിസ്സിയോ ടീമിന് മാത്രമല്ല കേട്ടോ, ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. കാരണം ലോകം മുഴുവനും യേശുവിന്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാത്രമല്ല, ഈ നമ്മൾ കുറേ പേരെ കൊണ്ടുവന്ന് അവർ വഴി ഇങ്ങനെ ഇതൊരു ചെയിനായി ഒത്തിരി പേരിലേക്ക് പ്രബോധനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുക, ദൈവവചനം കൊടുക്കുക, മാർപ്പാപ്പയുടെ എൻസൈക്ലിക്കൽസ് കൊടുക്കുക. ഇത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ദിവസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ദിവസത്തെ ഷെയറിങ് കേട്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ മിടുക്കരായ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ പ്രഘോഷകരാണ് അവിടെ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. പിന്നെ എനിക്കും ഒരു ആഗ്രഹമുണ്ട്, ഞാനൊരു വലിയ പള്ളിയിലിരിക്കുന്നത് കാക്കനാട്, നിങ്ങൾക്കറിയാം സെന്റ് തോമസ് മൗണ്ടിന്റെ തൊട്ടടുത്തുള്ള സിറ്റി പാരിഷാണ്. ഇവിടെ എനിക്കൊരു 1100ഓളം പാരിഷനേഴ്സ് ഉണ്ട്. 835ഓളം കുട്ടികൾ കാറ്റിസം പഠിക്കുന്നു. 47 കാറ്റിസം അധ്യാപകരുണ്ട്. അപ്പൊ ഇതൊരു നിങ്ങൾക്കറിയാലോ, ഇതൊരു IT ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അധ്യാപകർ എങ്ങും വിടാൻ പറ്റത്തില്ല. ഇവിടെ ഞാനൊരു കോഴ്സ് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ അവിടെ പറയുകയും ചെയ്തു ടോമിച്ചനോടും ടീച്ചറിനോടും. പക്ഷേ എനിക്കറിയില്ല, അത് ഞാനിവിടെ ഇന്നലെ വന്ന് ഇന്ന് രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കപ്പിൾ മതാധ്യാപകരോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്തൊരു ഭയങ്കര താല്പര്യം. അച്ഛാ, നമ്മൾ ഒട്ടും വൈകരുത്, 2024 വെക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, വെക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാല, കാരണം ഇതൊരു ബിഗ് പാരിഷാണ്. എൻ്റെ നമ്മുടെ ഇവിടുത്തെ എല്ലാ ഷെഡ്യൂൾസും നോക്കണം. ഞാൻ പറഞ്ഞു 25 വിട്ടു പോകില്ലെന്ന് പറഞ്ഞു. 2025 വിട്ടു പോലെ ഞാനൊരു വർഷം കൂടെ കാണുള്ളൂ ഇവിടെ. അപ്പൊ അതുകൊണ്ട് എന്താണേലും നമ്മളിങ്ങനെ ഒരു വലിയ മിനിസ്ട്രി നമ്മൾ വെക്കും. അതിലൂടെ നമുക്ക് ദൈവത്തിന്റെ ദൈവവചന പ്രഘോഷണം ഈ 47 പേരിലൂടെ ഒത്തിരി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താണേലും നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ നന്ദി പറയുകയാണ്. ഇതൊരു വലിയ ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ആശീർവാദം തന്ന് അവസാനിപ്പിച്ചോട്ടെ? ആയിക്കോട്ടെ. ഓക്കെ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മിസ്സിയോ ടീം അംഗങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഓൺലൈനിൽ ഷെയറിംഗ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിരക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നീ എല്ലായിടങ്ങളിലും എത്താൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലും തപസ്സിലുമാണ് ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും ഈ ഒരു മിസ്സിയോ ടീം എല്ലാവരും. അതുകൊണ്ട് തന്നെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒത്തിരി നമുക്കറിയാം, ആരെല്ലാം കർത്താവിനെ പ്രഘോഷിക്കാൻ ഇറങ്ങുന്നോ അവരിലെല്ലാം കർത്താവിന്റെ ശത്രുവായ പിശാചിന്റെ പ്രലോഭനങ്ങൾ ഒത്തിരി വരും. അത് എളിമയില്ലാത്തതിലൂടെയും വിനയമില്ലാത്തതിലൂടെയും വിശുദ്ധിയില്ലാത്തതിലൂടെയും ഒക്കെ നമ്മളിൽ പ്രവർത്തിക്കും. മറക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രാർത്ഥനയുള്ളവരാകാം, എളിമയുള്ളവരാകാം, വിശുദ്ധിയുള്ളവരാകാം, എന്നും പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും അസീസി പുണ്യവാളന്റെ മാധ്യസ്ഥവും വിശുദ്ധ കുരിശിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു അച്ഛാ. അച്ഛന്റെ തീഷ്ണത കാണുമ്പോൾ സന്തോഷമുണ്ട്. അച്ഛന്റെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മിസ്സിയോ ടീമിലെ മുഴുവൻ എല്ലാവരെയും ഓർക്കണം, പ്രത്യേകിച്ച് ഇന്ന് കൂടിയവരൊക്കെ ഓർക്കണം. താങ്ക് യു അച്ഛാ. അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു അച്ഛാ. ഒത്തിരി സന്തോഷം അച്ഛനോടി വന്നതില്. നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ടോമസ് ചേട്ടൻ ടേക്ക് ഓവർ ചെയ്യാം. താങ്ക് യു. അടുത്ത കോഴ്സിന്റെ അടുത്ത ബാച്ചിന്റെ നമ്മള് ലിങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ളവരെയും ഒക്കെ അവർക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അത് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പരിശ്രമിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ചുമ്മാ ഫോർവേഡ്